അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ. വിസ്ഡം സ്റ്റുഡൻസ് കഴിഞ്ഞ 29-ാം തീയതി പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിനാണ്. എന്താണ് ഇത് വെച്ച് അർത്ഥമാക്കുന്നത്? സോഷ്യൽ മീഡിയ എന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാവുന്ന ഇടമാണെങ്കിലും അതിലൊരുപാട് ഡാർക്ക് സൈഡും കൂടെ ഉണ്ട്. അപ്പോൾ പ്രായപരിധിക്കുള്ളിൽ അണ്ടർ ഏജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ അതിൻ്റെ ഒരു പല വശങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം ഒരു ഗസ്റ്റും ഉണ്ട്. മിസ്റ്റർ വാഫി ഷിഹാദാണ്. അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്. ഈജിപ്തിലും അതുപോലെ മദീനയിലും പഠിച്ച് ഇപ്പോൾ കറൻ്റ്ലി HBKU യൂണിവേഴ്സിറ്റിയിൽ ഖത്തറിലെ HBKU യൂണിവേഴ്സിറ്റിയിൽ റീസെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഫി ഷിഹാദ്, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ, ഇതാണ് നമ്മുടെ ക്യാമ്പയിന്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലോട്ട് വരുന്നത്? അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ലേബിൾ ചൂസ് ചെയ്ത ആൾ ഞാൻ ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം ഇറ്റ് ഈസ് റിയലി അസ്റ്റോണിഷിങ്. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കേസുകളിലൊന്ന് കുട്ടികളും ഇൻ്റർനെറ്റ് യൂസേജും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അത് ഇൻ്റർനെറ്റ് യൂസേജ് ഡിസോർഡറുകളൊക്കെ ഇപ്പോൾ സൈക്കോളജിയിൽ DSM-ലും ICD-ലും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പല കുട്ടികൾക്കും പെത്തോളജി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചില കേസുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടുന്നൊരവസ്ഥ. ഇങ്ങനെയും അതിനൊരു എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് സുബ്ഹാനല്ലാഹ് പലപ്പോഴും പല ആളുകളും തിരിച്ചറിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പാരൻസ് വിചാരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഗെയിമുകൾ കളിക്കുന്നതൊക്കെ കുട്ടികളിയാണ് എന്നുള്ളതാണ്. കുട്ടികളാകുമ്പോൾ എന്താണ്, അത് കുറച്ച് ഉപയോഗിക്കണം, അതിനിപ്പോൾ കുറച്ച് കൂടുതൽ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അത് കുട്ടിക്കളിയാണ് എന്നുള്ള ആ ഒരു ബോധാവസ്ഥയിൽ നിന്നാണ് ശരിക്കും ഇതിൻ്റെ പെത്തോളജി തുടങ്ങുന്നത്. എൻ്റെ റൂട്ട് കോസ് ശരിക്കും ഇത് തന്നെയാണ്. അപ്പോൾ കുട്ടിക്കളിയല്ല എന്ന് നിങ്ങൾ ആളുകളിലേക്ക് അവബോധം കൊടുക്കുമ്പോൾ ഐ തിങ്ക് യു ആർ അഡ്രസ്സിങ് ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം വെരി ക്ലിയർലി. ഓക്കെ, താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഗൗരവമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു കൗൺസിലറാണ്, അപ്പം പല കൗൺസിലിംഗ് കേസസും വന്നിട്ടുണ്ടാവില്ല. അപ്പം ഈ സോഷ്യൽ മീഡിയയെ ബന്ധപ്പെട്ടിട്ട് അണ്ടർ ഏജ് കുട്ടികളുടെ കേസസ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഗൗരവം എന്താണ് എന്ന് മനസ്സിലാവുന്നത്? അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പലപ്പോഴും ഞാൻ ഒരു ഗ്യാപ്പ് കാണാറുണ്ട് പാരൻസും കുട്ടികളും തമ്മിൽ. ചില കുട്ടികൾ ചില കേസുകളായിട്ട് ഇപ്പോൾ സൈക്കോളജിയുടെ ഫണ്ടമെൻ്റലായിട്ട് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് വളരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു കുട്ടി മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവന് യാതൊരു വിധത്തിൽ ഒരാളോടും ഷെയർ ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ചില കുട്ടികൾ പൊണോഗ്രഫി അഡിക്ഷൻ, 10 വയസ്സ് 11 വയസ്സാണ്, എത്രയോ കാലമായിട്ട് അവൻ പൊണോഗ്രഫി കാണുന്നു. ഒരു 3 years 2 years മുന്നേ പൊണോഗ്രഫി കാണുന്നത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുമ്പം അത് വലിയൊരു കാര്യമാണ്. പക്ഷേ പാരൻസിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പാരൻസിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അവർ വിചാരിക്കുന്നത് എൻ്റെ മോൻ എന്താണ് മാഷാ അല്ലാഹ് മുത്തഖിയാണ്, മുഹ്സിനായിട്ടുള്ള മലക്ക് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ളവരാണ് എന്ന് വിചാരിക്കുന്ന ഒരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് കുട്ടികളെ പറ്റി പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പല കേസുകളും അത്ഭുതം തോന്നാറുണ്ട് അത് കണ്ടിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, അവരുടെ ഒരു കുടുംബത്തിൽ വന്ന ഒരു കേസാണ്. അപ്പോൾ അവരുടെ ഒരു അണ്ടർ ഏജ് പെൺകുട്ടിയാണ്. അവർ ടെലിഗ്രാമിലൂടെ അവരുടെ നഗ്നചിത്രങ്ങൾ പങ്കുവെച്ച് കാശുണ്ടാക്കണമെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടെങ്കിൽ അതൊരു കോമൺ ആണെന്നാണ് ഇപ്പം മനസ്സിലാക്കുക. പല അങ്ങനത്തെ ഒരു കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് നിരന്തരം കിട്ടുന്ന ലിബറലിസത്തിൻ്റെ ഒരു ആശയം, അവർക്ക് ഇതൊക്കെ മൈ ബോഡി മൈ ചോയ്സ്, ഇതൊന്നും വലിയ പ്രശ്നമല്ല, നമുക്ക് നമ്മളെ ബോഡീൻ്റെ റൈറ്റ് ആണെന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. അത് ശരിക്കും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫിൽട്ടർ ഇല്ലാതാണ് പല കണ്ടന്റും കിട്ടുന്നത്. അതാണ് ഒരു സ്വാധീനിക്കാൻ തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇങ്ങനത്തെ പല കേസസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മനസ്സിലോട്ട് എന്തെങ്കിലും വരുന്ന ചില ഒരു കേസ് ഉണ്ടായി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ്റെ വേറെ എക്സ്ട്രീം ലെവലിലായിട്ടോ? അതെ, ഇത് GCC-യിലാണ്. ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു മോളാണ്, 13-14 വയസ്സ് ഈ കാറ്റഗറിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടിയും സിമിലർ ആയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അയക്കുന്നു, മോശമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അങ്ങനെ വളരെ മോശമായിട്ട് വൾഗറായിട്ടുള്ള രീതിയിൽ അവർ പോയിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൽ ഗ്രൂമിങ് എന്നുള്ള സംഭവം കൂടി വരുന്നുണ്ട്. പലപ്പോഴും ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഈ സോഷ്യൽ റെഗുലേഷൻ വളരെ കുറവായിരിക്കും. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രെഡറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്തിരുന്നു. ചൈൽഡ് ലൈനിൽ നമുക്ക് കുറേ കേസുകൾ ഇത് റിലേറ്റഡ് ആയിട്ട് വരും, ചൈൽഡ് അബ്യൂസ് കേസുകൾ വരും. അതിൽ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ആരെ ട്രസ്റ്റ് ചെയ്യണം ആരെ ട്രസ്റ്റ് ചെയ്യരുതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എലമെൻറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ കുട്ടികളെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, കുട്ടികൾക്ക് പലപ്പോഴും ഇപ്പോൾ പാരൻസ് പറയല്ലോ, ഇത് എന്തുകൊണ്ട് എൻ്റെ മോൾ ചെയ്തു, അവൻ മദ്രസയിൽ പോകുന്നുണ്ട്, അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എൻ്റെ മകൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു മകൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ശരിക്കും അങ്ങനെ കുറേ നേരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് മോളെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
വളരെ വേഗതയിൽ കുതിച്ചോടുന്ന ബ്രേക്കില്ലാത്തൊരു കാറിലെ ഡ്രൈവറോട് കാറ് നിർത്താൻ പറയുന്ന പോലെയാണ്. കാരണം അത് അയാൾക്ക് നിർത്താൻ കഴിയില്ല. അതേപോലെ ഈ കുട്ടിക്ക് നിർത്താൻ കഴിയില്ല. നിർത്താൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ ഫോർ ബ്രെയിനിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, അവരുടെ റാഷണൽ തിങ്കിങ്, ക്രിട്ടിക്കൽ അനാലിറ്റിക് എബിലിറ്റി, അങ്ങനെ കുറേ എബിലിറ്റീസും അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്ത് ഒരു മെച്യൂർ അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഏർലി 20s 21 മുതൽ 25 വയസ്സ് വരെ ആകും എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, അവർക്കത് മനസ്സിലാക്കാൻ പോലുമുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അങ്ങനത്തെ കുട്ടികൾക്ക് മുന്നിൽ ഇത് തുറന്നു കൊടുക്കുമ്പോൾ ശരിക്കും അവർ ഹറാമായിട്ടുള്ള, വൾഗറായിട്ടുള്ള, വളരെ അസ്നൈനായിട്ടുള്ള ഫാഹിഷത്തിലേക്കും ഫിത്നയിലേക്കും പോയിട്ടില്ലെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ അത്ഭുതപ്പെടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഒരു പ്രസക്തി, നമ്മളിപ്പോൾ ഈ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞതിൻ്റെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്. ഇത് അണ്ടർ 16 ആയിട്ട് കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ ഒരു റെസ്ട്രിക്ഷൻ, ഒരു ബാനൊക്കെ കൊണ്ടുവരണമെന്നാണ്. ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയിൽ ഇത് കൊണ്ടുവന്നു, അതിൽ സക്സസ്ഫുൾ ആയിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അണ്ടർ 16 അവർ ബാൻ ചെയ്തു. അതുപോലെ തന്നെ വേറെ പല UK പേര് ചർച്ച നടക്കുന്നുണ്ട്. ഇവൻ ഇന്ത്യയിൽ പോലും ഇപ്പം കർണാടകയിൽ അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്, അത് ആന്ധ്രാപ്രദേശിൽ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ ഈ വിഷയം കൊണ്ടുവരണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഒരു അഡിക്റ്റഡ് ആയെന്ന്, ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയെന്ന് അറിയാനുള്ള എന്താ നമുക്ക് ലക്ഷണം, എപ്പോഴാണ് നമുക്ക് പറയാം ഇവർ അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്നത്? പലർക്കും സംശയമാണ്. ഓൾറൈറ്റ്, ഈ ഇൻ്റർനെറ്റ് യൂസേജ് റിലേറ്റഡ് ആയിട്ട് കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ യൂസേജ് പലപ്പോഴും പല ആളുകൾക്കും വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുമ്പം ചില ആളുകളുടെ യൂസേജ് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഡെയിലി എത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അത് അവരെ സംബന്ധിച്ചുള്ള ഡിസ്ട്രക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രക്റ്റീവ് അല്ല ശരിക്കും. അവർക്ക് ഓക്കെ, നമ്മൾ ജനറലി പറയും ഫോൺ ഉപയോഗത്തിന് കണ്ണിനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നല്ലാതെ അതിൽ കൂടുതലുള്ള ഒരു ഡാമേജ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം അവർ ഉപയോഗിക്കുന്നത് അക്കാഡമിക് പർപ്പസിനാണ്, പ്രൊഫഷണൽ കരിയർ പർപ്പസിനാണ്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ്. പക്ഷെ അതല്ലാതെ PSU എന്ന് പറയുന്ന സംഭവമുണ്ട്. PSU എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാറ്റിക് സ്മാർട്ട് ഫോൺ യൂസേജ്. ഈ പ്രോബ്ലമാറ്റിക് സ്മാർട്ട് ഫോൺ യൂസേജ് എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളിലാണ് നമ്മൾ കൂടുതൽ കാണുക. കാരണം കുട്ടികൾക്ക് എംപ്ലോയ്മെൻ്റ് ഇല്ല, അക്കാഡമിക് പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കല്ല അവർ പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അപ്പോൾ ഇനി ഒരു കുട്ടിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, ഇൻ്റർനെറ്റ് ഉപയോഗം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചില സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ICD എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്. ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു ഒരു പുസ്തകം പോലെയുള്ള സാധനമാണ്, ഒരു കാറ്റലോഗ് പോലെയുള്ള സാധനമാണ്. അത് ഒരാൾക്ക് ആ ഒരു രോഗമുണ്ട്, ഒരു ഡിസോർഡർ ഉണ്ട് നോക്കണമെങ്കിൽ അതിൻ്റെ സിംറ്റംസ് നോക്കിയിട്ടാണ് നമ്മളത് പറയാം. റൈറ്റ്, ഇത്ര സിംറ്റം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇന്ന ഡിസോർഡർ ഉണ്ടാകും. സൈക്കോളജിയിൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ കാറ്റലോഗ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, DSM അല്ലേ. അപ്പം അതിൽ പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ടത് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ്. എന്താണ് വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിയുടെ അടുത്ത് ഫോൺ വാങ്ങുമ്പം അവന് ഭയങ്കര ഹൈപ്പർ ആവുകയാണ്, ഭയങ്കര അഗ്രസീവ് ആവുകയാണ്, ഭയങ്കര ഇമ്പൾസീവ് ആവുകയാണ്, വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഡോർ അടച്ച് പൊട്ടിക്കുന്നു, ഗ്ലാസ് എറിയുന്നു, ഉമ്മാനും ഉപ്പാനും ഭയങ്കര ചീത്ത പറയുന്നു. അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അവന് ഒന്ന് സാവധാനമായി വന്നതിന് ശേഷം അവന് തന്നെ മനസ്സിലാവില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്നുള്ളത്. ചിലപ്പോൾ മനസ്സിൽ റിഗ്രറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഹൈപ്പർ ആയിട്ടുള്ളൊരു റിയാക്ഷൻ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഈസ് എ വെരി ക്രിട്ടിക്കൽ റെഡ് ഫ്ലാഗാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് അവന് സന്തോഷം ഉണ്ടാവുള്ളൂ. അത് സമയത്ത് മാത്രം സന്തോഷം, അവന് ഹാപ്പി ആയിട്ട്, പലപ്പോഴും പാരൻസിന് കുട്ടി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ. അപ്പം കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഹാപ്പിനെസ് കാണാൻ പറ്റുക. അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഗ്ലൂമി ആയിരിക്കും, ഡാർക്കായിട്ട് ഭയങ്കര ഗ്രേ ആയിട്ടൊരു ഫേസ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയ പോലെ ആയിരിക്കും, അവനോട് സംസാരിക്കും, അവന് വേറെ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവൻ്റെ ബ്രെയിനിലെ ഡോപ്പമിൻ സിസ്റ്റം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാൻ പറയാം, ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു പ്ലഷർ ഹോർമോണാണ്. റൈറ്റ്, അപ്പം അവൻ്റെ ബ്രെയിനിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ ഓഫ് ഡോപ്പമിൻ ഉണ്ടാകുന്നു. അത് ഭയങ്കര രീതിയിൽ അത് റിലീസാവാണ് ബ്രെയിനിൽ. സിനാറ്റിക് ക്ലെഫ്റ്റിൻ്റെ അവിടെ, ന്യൂറോൺസിൻ്റെ സിനാറ്റിക് ക്ലെഫ്റ്റിൻ്റെ അവിടെ ശരിക്കും ഈ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഭയങ്കര രീതിയിൽ ഡോപ്പമിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകുമ്പോൾ റിസപ്റ്റേഴ്സിനെ ബാധിക്കുന്നു. അങ്ങനെ അവന് ഒരു ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. എന്താണ് ഈ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുറേ സമയം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡോപ്പമിൻ ബ്രെയിനിൽ കുറേ വന്നിട്ട് അവന് കിട്ടുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലെവൽ ഓഫ് പ്ലഷർ ഉണ്ടല്ലോ, അത് വേറെ ഒന്നിലും ചെയ്താൽ കിട്ടില്ല. ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടില്ല, അവന് കളറിങ് ഇഷ്ടമാണെങ്കിൽ അതിൽ കിട്ടില്ല, വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു വന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് പാരൻസിന് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്താണ് കാണാൻ പറ്റുക, അവന് ആദ്യമേ എൻജോയ് ചെയ്തിരുന്ന കുറേ ഹോബീസ് ഉണ്ടായിരിക്കും. ഫുട്ബോൾ കളിയായിരിക്കാം, ക്രിക്കറ്റ് കളിയായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജനറലി കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പം കുട്ടികൾ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം
അതിൽ നിന്നൊക്കെ ശ്രദ്ധ ഇങ്ങനെ മാറി 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 അവരുടെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഗെയിമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ആണെങ്കിൽ അതും വളരെ കൃത്യമായിട്ടൊരു വിഡ്രോൾ സിംറ്റമാണ്. ജനറലി പാരൻസിന് ക്ലിയർ ആയിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. ഞാൻ അതാണ് കുട്ടി ഇനിയിപ്പം ചോദിക്കാൻ വിചാരിച്ച കാര്യമാണ്, അത് മാനസികാരോഗ്യത്തിന് എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഒരു അറ്റൻഷൻ സ്പാനിനെ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ യൂസേജ് ബാധിക്കുന്നത്. ഇപ്പം ചില സൂചനകൾ നൽകി, എന്നാലും കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ. അതെ, ഇതിൽ ഒന്നാമത് പറയാനുള്ളത് ഈ ഷോർട്ട് ടേം അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നൊരവസ്ഥ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുള്ളതാണ് ഷോർട്ട് ഫോം കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ റീൽസ് എന്ന് പറയുന്നു, ടിക്ടോക്ക് വീഡിയോസ് എന്ന് പറയുന്നു, യൂട്യൂബിൽ ഷോർട്സ് എന്നാണ് അതിന് പറയാം. അങ്ങനെ വളരെ ഷോർട്ട് ഫോം ആയിട്ടുള്ള വീഡിയോ കണ്ടൻറ്റ് 30 സെക്കൻഡ് മുതൽ 1.5 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ. ശരിക്കും എല്ലാ പ്ലാറ്റ്ഫോംസിലും പെട്ടെന്നാണ് ഇത് വന്നത്, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, റൈറ്റ്? അപ്പോൾ അതിൻ്റെ ബാക്കിൽ വലിയ റീസേർച്ചാണ് നടക്കുന്നത്. വളരെ അജണ്ടവൽക്കരിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാണ്. കാരണം എത്രത്തോളമാണ് ഒരാൾ അവരുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ കേന്ദ്രീകരിക്കുന്നത്, അത്രത്തോളം ശരിക്കും അവർക്ക് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഔട്ട്കം ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്ര കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി ഈ ഷോർട്ട് ഫോം കോണ്ടൻറ്റിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഷോർട്ട് ഫോം കോണ്ടൻറ്റ് അലോങ് വിത്ത് എൻലെസ് സ്ക്രോളിംഗ് ആണ്, എൻലെസ് ആയിട്ടുള്ള സ്ക്രോളിംഗ്. അപ്പോൾ ഞാൻ ന്യൂസ് വായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, റൈറ്റ്, ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ കുറേ ന്യൂസ് വായിച്ച് അടിയിലെത്തി കഴിഞ്ഞാൽ യു ആർ അപ്ഡേറ്റഡ് ഫോർ ദ ഡേ എന്ന് പറയും. ഇന്നത്തെയുള്ള ന്യൂസൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് അവർ. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അത് രാവിലെ ഇങ്ങനെ തോണ്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷായി കഴിഞ്ഞാലും എക്സാക്ട്ലി ഡൂം സ്ക്രോളിങ്, അതുവരെ സ്ക്രോൾ ചെയ്യാനുള്ള ബില്യൺ കണക്കിന് കണ്ടൻറ്റുകൾ അതിലുണ്ട്. ഇനി കണ്ടൻറ്റുകൾ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം. ഈ കണ്ടൻറ്റുകൾ കാണുമ്പം ശരിക്കും ഡോപ്പമിൻ റിലീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇനി അടുത്തതെന്ത് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട്, റൈറ്റ്? അപ്പോൾ ഇൻവേരിയബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡോപ്പമിൻ കൊടുക്കുന്നത്. എപ്പോഴും ഡോപ്പമിൻ അതേ ലെവൽ കിട്ടിക്കോളുന്നില്ല. ചിലത് വളരെ ഫണ്ണി ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കും, അടുത്തത് ചിലപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള അഡ്രനലിൻ റഷ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ആയിരിക്കും, ചില കണ്ടൻറ്റ് കോർട്ടിസോൾ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റം മൊത്തമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരികയാണ്. ശരിക്കും ഭയാനകരമാണ്. അധികം ആളുകളും ഇതിൻ്റെ ന്യൂറോ സയൻസ് അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞിരുന്നെങ്കിൽ അത്രത്തോളം അവർ ഭയപ്പെടും. കുട്ടികളെ ഫോണിൻ്റെ അടുത്തേക്ക് എന്താണ് ഈ ക്വാറൻറ്റൈൻ ചെയ്യല്ലോ, അതേമാതിരി ഫോൺ ക്വാറൻറ്റൈൻ ചെയ്ത് വെക്കും. അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ കുട്ടികൾ ഷോർട്ട് ഫോം കോണ്ടൻറ്റ് കുറേ കാണുമ്പം അവർക്ക് ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഒരു 100 റീൽസ് കണ്ടിട്ടുള്ള ഒരാളോട് ചോദിച്ചാൽ മതി നിങ്ങളിന്ന് എന്തൊക്കെയാണ് മുഴുവനായിട്ട് കണ്ടു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെയും ഇവിടെ ടച്ച് ചെയ്ത് പറയാമെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. അതേപോലെ ഇൻഫർമേഷൻ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുന്നു. ഇൻഫർമേഷൻ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫർമേഷൻ ഒരു 30 മിനിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 60 റീൽസ് കണ്ടിട്ടുണ്ടാകും. 30 സെക്കൻഡിൻ്റെ 60 റീൽസോ 60 ടിക്ടോക്ക് വീഡിയോസോ ഷോർട്ട് ഫോം കോണ്ടൻറ്റോ കണ്ടിട്ടുണ്ടാകും. അതിലെല്ലാത്തിലും കുറേ ടൈപ്പ് ഇൻഫർമേഷനാണ്. ഇത് മൊത്തം നമ്മുടെ മൈൻഡിലേക്ക് കയറുകയാണ്. അപ്പോൾ മൈൻഡിൽ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്, വർക്കിംഗ് മെമ്മറി ഉണ്ട്. ഇത് വർക്കിംഗ് മെമ്മറിയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കുറേ നേരം കളിക്കുമ്പോൾ ലോങ് ടേം മെമ്മറിയിലേക്ക് ഒന്നും കയറാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിക്ക് അവനിങ്ങനെ കണ്ടൻറ്റ് ഇങ്ങനെ വായിച്ചു വരുന്നു. ഒന്നാമത്തെ ലെസണിൻ്റെ 1ാമത്തെ പേജ് തുടങ്ങി ഒരു 5ാമത്തെ പേജ് എത്തുമ്പം 1ാമത്തെ പേജിൽ എന്താ വായിച്ചെന്ന് ഓർമ്മിട്ടുന്നില്ല. ഷോർട്ട് ടേം മെമ്മറി ലോസ് പോലെ അങ്ങനെ വരുന്നു. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതും എത്രത്തോളം അവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നോ അത്രത്തോളം അവൻ്റെ അറ്റൻഷൻ സ്പാന് കുറഞ്ഞു വരും എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാന് 2 സെക്കൻഡോ 3 സെക്കൻഡോ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കൂടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ കോഗ്നിറ്റീവ് സോണിങ് ഔട്ട് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് സോണിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ്സിലായിരിക്കും, പക്ഷെ അവരുടെ മൈൻഡ് വേറെ എവിടെയോ ആയിരിക്കും. കണ്ടിട്ടുള്ള ഇൻസ്റ്റഗ്രാം കണ്ടൻറ്റിൽ വേറെ എന്തെങ്കിലും സാധനം ഹൈപ്പോത്തസിസ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ കാണായിരിക്കും. അതിൻ്റെ കുറേ സീനറികൾ, കണ്ടിട്ടുള്ള ഡ്രാമകൾ, സിനിമകൾ, സീരീസുകളുടെ എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറേ സമയം ക്ലാസ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരിക്കലും ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു കാര്യം കൂടി പറയുകയാണ്, അവർക്ക് കുറേ ഷോർട്ട് ഫോം കണ്ടൻറ്റ് കാണുമ്പോൾ തന്നെ അവർക്ക് കുറേ രീതിയിലുള്ള എക്സ്പീരിയൻസുകളാണ് ഉണ്ടാകുക. ഞാൻ പറഞ്ഞു, ചിലത് അഡ്രനലിനാണ്, ചിലത് കോർട്ടിസോൾ റിലീസിംഗ് ആണ്, ചിലത് ഡോപ്പമിൻ റിലീസിംഗ് ആണ്. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ മാറി കളിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഇമോഷൻസ് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഉള്ളിൽ തന്നെ മൂഡ് സ്വിങ്സും മൂഡ് ഡിസോർഡറുകളും കൂടും. ഒരു സമയം ക്ലാസ്സിലിരിക്കുമ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സാഡ്നെസ് മനസ്സിലേക്ക് വരികയാണ്, എന്താണ് കാരണം എന്നറിയില്ല. പെട്ടെന്നൊരു ഹാപ്പിനെസ് വരികയാണ്, എന്താണ് കാരണം എന്നറിയില്ല. ഒരു നിമിഷം ചിരിക്കുന്നു, മറ്റൊരു നിമിഷം കരയുന്നു. ഇത് ശരിക്കും ഒരു മെൻ്റൽ അബ്നോർമാലിറ്റിയുടെ അവസ്ഥയിലേക്ക് കുട്ടികളെ പുഷ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെ ഒരു പാരൻറ്റിന് ഇതൊക്കെ അറിഞ്ഞൊരു പാരൻറ്റിന് ഇത് കൊടുക്കാൻ പറ്റുക ഫോൺ എന്നുള്ളൊരു ഗൗരവമായ ചോദ്യമാണ്. മറ്റൊരു ഏരിയയിലോട്ട് പോകണമെങ്കിൽ നമ്മളിപ്പം ഏജ് അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം
സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയും ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയാൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ യെസ് ഐ ആം 18+ ഒരു ടിക്ക് എടുത്താൽ നമുക്ക് പല കണ്ടന്റ് കിട്ടാൻ പറ്റും. അപ്പം ഒരു കുട്ടിക്ക് കാണാൻ പാടില്ലാത്തല്ല, അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്തൊരു കണ്ടന്റിൽ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് എത്തിപ്പെടുമ്പോൾ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ഇല്ലാത്ത പല കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പം അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ഏജ് അപ്രോപ്രിയേറ്റ് എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്ന ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഡയറക്റ്റായിട്ട് പറയാൻ കേട്ടോ. അതായത് ശരിക്കും സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് പറയല്ലോ, സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ സിനിമയിൽ ഒരു വില്ല അല്ലെങ്കിൽ ഹീറോ ഭയങ്കര ആക്ഷൻസൊക്കെ വെച്ച് ഇങ്ങനെ വരുന്നു, വീഡിയോ ഉപയോഗിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുക്കും, നിങ്ങൾ വീഡിയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അധികം ആൾക്കാരും കാണുന്നില്ല. ഇനി കണ്ടു കഴിഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പം ഇനി മൈൻഡ് ചെയ്താൽ തന്നെ അതിലോട്ടാണ് ഫോക്കസ് പോവുക, ആ ഉപയോഗിക്കുന്ന ഭയങ്കര അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിലേക്കാണ് ഫോക്കസ് പോവുക. എക്സാക്ട്ലി, ഗ്ലോറിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് അവർ ഏജ് റെസ്ട്രിക്ഷൻ വെക്കുന്നത് തന്നെ വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് റെസ്ട്രിക്ഷനാണ്. വളരെ ഇപ്പോൾ ഒരു ബാങ്ക് പുറത്ത് പണം ഇങ്ങനെ വെച്ചിട്ട് പറയാണ്, നിങ്ങൾ ആരും ഇത് എടുക്കരുത്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈർക്കിളി കമ്പുകൾ കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ വെക്കുകയാണ്. അത് ആർക്കും ചാടിക്കിടക്കാം. അതേപോലെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും ഈ കഴിഞ്ഞ മാർച്ച് 26 US ഒരു കോടതി മെറ്റയെയും ഗൂഗിളിനെയും കോടതിയിലേക്ക് വിളിച്ചിട്ട് അവരുടെ മേലെ ഫൈൻ ചെയ്തത് $20 million ആണ്. അതൊരു വലിയ ഒരു സിവിൽ കേസായിരുന്നു. ആ $20 million ഫൈൻ ചെയ്യുമ്പോൾ അവിടെയുള്ള പാരൻസ് പറഞ്ഞ സംഭവമുണ്ട്, വി ആർ അക്യൂസിങ് ഗൂഗിൾ ആൻഡ് മെറ്റ ഫോർ ഡിസ്ട്രോയിങ് ദി ചൈൽഡ്ഹുഡ് ഓഫ് അവർ ചിൽഡ്രൻ. ഭയങ്കര അസ്റ്റോണിഷിംഗ് ആണ്. അപ്പോൾ അവർക്ക് പറയാലോ, അതായത് ഞങ്ങൾ ഏജ് റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു എന്ന് പറയാലോ, പക്ഷെ അതൊന്നും ഒരു കോടതിക്ക് മുന്നിൽ പോലും പോവാത്ത സാധനമാണ്. Right, so it's very clear. The damage is really visible and observable. അപ്പോൾ ജസ്റ്റ് ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട് വിചാരിച്ചിട്ടൊന്നും കുട്ടികളുടെ മേത്ത് ഇതിന് ഹാംസ് വരില്ല എന്നൊന്നുമില്ല. നമ്മൾ എക്സ്ട്രാ സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമാവശ്യകത അതിക്രമിച്ചിരിക്കും. തീർച്ചയായും. അതുപോലെ തന്നെയാണ് മറ്റൊരു ഏരിയ, ഇപ്പോൾ ഡിജിറ്റൽ വാലിഡേഷൻ. അതായത് കുട്ടികൾക്ക് ലൈക്കും ഷെയറും നല്ലോണം കിട്ടുമ്പോൾ അവർക്ക് എപ്പോഴാണ് ഒരു ഉഷാർ, അല്ലെങ്കിൽ ലൈക്ക് കുറഞ്ഞാൽ അത് അവരുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന റിയാക്ഷൻ, അതാണ് അവരുടെ വ്യക്തിത്വത്തിനെ ഡിഫൈൻ ചെയ്യണം എന്നൊരവസ്ഥ വരും. അത് എത്രത്തോളം ഡിറ്റർമെൻ്റലാണ് അവർ ഒരു സൈക്കോളജിക്കലി സ്പീക്കിംഗ്, അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് കുട്ടീൻ്റെ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള കേസ് ഉണ്ടല്ലോ, GCC എന്നുള്ള ഒരു 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ ശരിക്കും നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അയക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുക. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ അവരുടെ പാരൻസ് രണ്ടാളും വർക്കിംഗ് പ്രൊഫഷണൽസാണ്. ഒരു കുട്ടി ശരിക്കും ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാ കുട്ടികളും ജനിച്ച് വീഴുന്നത് 2 ഹങ്കർ വെച്ചിട്ടാണ്, ടച്ച് ഹങ്കർ ആൻഡ് റെക്കഗ്നിഷൻ ഹങ്കർ. കുട്ടിയെ ഹഗ് ചെയ്യുക, പുഞ്ചരിക്കുക, മുത്തം വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ടച്ച് ഹങ്കറാണ്. റെക്കഗ്നിഷൻ ഹങ്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നെ നോക്കിയിട്ട് നല്ല വാക്കുകൾ എന്നോട് പറയണം, എന്നെ വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ ഭയങ്കര ഡീപ്പായിട്ടൊരു ഹങ്കർ തന്നെയാണ്, വിശപ്പ് തന്നെയാണ്, ഡെയിലി കിട്ടാത്തൊരു സാധനമാണെന്ന് ഞാൻ പറയും. അപ്പോൾ അത് കിട്ടാതിരിക്കുമ്പം അതിന് ആൾട്ടർനേറ്റീവ് സോഴ്സുകൾ കുട്ടി തിരഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ശരിക്കും വളരെ മാരകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീസ് ഇൻ എ സോഷ്യൽ സർക്കിൾ. സോഷ്യൽ മീഡിയയിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിലുണ്ട്. അതിൽ അവൾ എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര വാലിഡേഷനാണ്. യു ലുക്ക് റിയലി ഗുഡ്, യു ലുക്ക് വണ്ടർഫുൾ, യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിലധികവും പറയുന്ന ആളുകൾ ഗ്രൂമേഴ്സാണ്, പ്രെഡറ്റേഴ്സാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നേ ഇല്ല. ലിബറൽവാദികൾ പറയും അവർ പോസ്റ്റ് ചെയ്യട്ടെ, ഇറ്റ്സ് ദെയർ ഫ്രീഡം ഓഫ് ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ്, പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ജനറൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വാല്യൂസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്രത്തോളം എക്സ്പോസിങ് ആയിട്ടുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നു അതിനാണ് കൂടുതൽ ലൈക്കുകൾ കിട്ടുക. പ്രെഡറ്റേഴ്സിനും ഗ്രൂമേഴ്സിനും ആവശ്യമുള്ളത് ശരിക്കും അതാണ്. അപ്പം അതിൽ അവർ വാലിഡേറ്റ് ചെയ്യപ്പെട്ടാണ്. യു ലുക്ക് വണ്ടർഫുൾ, യു ലുക്ക് അമേസിങ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓൾറെഡി ആ ഹങ്കറുണ്ട്, ഒരു വോയിഡുണ്ട്, വലിയൊരു കുഴി അവരുടെ മനസ്സിലുണ്ട്. അതിങ്ങനെ ഫിൽ ചെയ്യപ്പെട്ടാണ്, വാലിഡേറ്റ് ചെയ്യപ്പെട്ടാണ്. ഈ വാലിഡേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ബ്രെയിൻ വാഷിങ് കൂടിയാണ്. കാരണം ചില ആളുകൾ ആർട്ടിഫിഷ്യലി കുറേ അവസ്ഥയിലേക്ക് വാലിഡേഷൻ കൊടുക്കുന്നു. അങ്ങനെയാണ് 13 വയസ്സുള്ളൊരു പെൺകുട്ടി വളരെ മോശമായിട്ടുള്ള പിക്ചേഴ്സ് അങ്ങോട്ട് അയക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുട്ടി അങ്ങനെ ചെയ്യില്ല. റൈറ്റ്. സോ ആ വാലിഡേഷൻ എന്നുള്ളത് ശരിക്കും ഈ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു ടൂളാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല ഏരിയാസ് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ഒരു പ്രത്യക്ഷമായിട്ട് നമ്മൾ അഡിക്ഷനിലോട്ട് എത്തുമ്പോൾ കുട്ടികൾ കാണുന്ന ചില സ്വഭാവങ്ങൾ പറഞ്ഞു. ഇനി അതങ്ങനെ പുറമേക്ക് കാണൂല, എന്നാലും ചിലപ്പോൾ സംഭവിക്കുന്ന ചില സ്വഭാവത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലോട്ട് അഡിക്റ്റ് ആയി കുട്ടികൾക്ക് സംഭവിക്കുന്ന ചില പരിണാമങ്ങൾ എന്താണുള്ളത്? അതായത് പുറമേക്ക് കാണൂല, എന്നാലോ ഉള്ളിൽ നടക്കുന്നുണ്ട്, പാരൻസ് അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതെ, അതിന് ഇപ്പോൾ നമ്മൾ സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് സിംറ്റമും ഉണ്ട്, ഇംപ്ലിസിറ്റ് സിംറ്റമും ഉണ്ട്. എക്സ്പ്ലിസിറ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ പുറത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
റൈറ്റ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ വേഷവിധാനം മുഴുവനായിട്ട് മാറാണ്. അത് വളരെ എക്സ്റ്റേണലി ഒബ്സർവബിൾ ആയിട്ടുള്ള സാധനമാണ്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിയാക്ട് ചെയ്യാണ്, വീട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുകയാണ്. വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയുള്ള സാധനമാണ്. കുട്ടിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫോൺ ഉപയോഗത്തിൻ്റെ സമയത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ പാരൻസ് പെട്ടെന്നത് ഒബ്സർവ് ചെയ്യും. അതൊക്കെ എക്സ്പ്ലിസിറ്റ് സിംറ്റംസാണ്. ഇംപ്ലിസിറ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന സംഭവമാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, കുട്ടിയുടെ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗം സീക്രട്ടായിട്ട് മാറുന്നു, കുറച്ചും കൂടി സീക്രസി കൂടുന്നു. പാരൻസ് വരുന്ന സമയത്ത് ഫോൺ അടച്ചു വെക്കുന്നു, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരൻസ് വരുമ്പോൾ ശബ്ദം കുറയുന്നു, റൈറ്റ്. അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അവർ കുറച്ച് വെക്കുന്നു, ഇയർഫോൺ ഉപയോഗം ഭയങ്കര കൂടുന്നു, റൈറ്റ്. അത് വളരെ കൂടുതൽ ഈ കുട്ടികളിൽ കാണാൻ പറ്റും, റൈറ്റ്. അതൊന്നാമത്തെ സംഭവം. അപ്പോൾ അതിൽ പാരൻസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റ് യൂസിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരു കോമൺ സ്ഥലത്താക്കുക, റൈറ്റ്. ഇപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസിൻ്റെ ആ ഒരു സ്പേസ് ഒരു കോമൺ സ്പേസിലേക്ക് കൊണ്ടുവരാം. ബെഡ്റൂമിലൊന്നും ഒരിക്കലും കുട്ടിക്ക് ഫോണും ലാപ്ടോപ്പും വെക്കാനുള്ള സ്ഥലമൊന്നും വെച്ച് കൊടുക്കരുത്. പല പാരൻസും പറയും കുട്ടിക്ക് കൂടുതൽ പഠിക്കട്ടെ, അതിനുള്ള സൗകര്യം എന്താണ്, അവൻ്റെ റൂമിൽ ഒരു ലാപ്ടോപ്പും അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് കണക്ഷനും ടിവിയും പ്ലേ സ്റ്റേഷൻ വെക്കാനുള്ള എല്ലാ സാധനവും ഒരുമിച്ച് വെച്ച് കൊടുക്കുന്ന ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പാരൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അവർ ചെയ്യുന്നതിൻ്റെ അനാലജി എന്ന് പറയുന്നത് കുട്ടിയുടെ കയ്യിൽ തോക്ക് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ കത്തി വെച്ച് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അത്ര കൂടുതൽ ഡാമേജാണ് ശരിക്കും ഇതിലുണ്ടാക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു കൗൺസിലിംഗ് കേസിൽ പാരൻ്റ് വന്നിട്ട് ഇങ്ങനെ കരയാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിൽ പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ കൊണ്ട് ശരിക്കും ആ കുട്ടിയുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിട്ടുള്ളൊരവസ്ഥ. അത് സെക്ഷൽ അബ്യൂസ് വിഷയമുണ്ട്, ശരിക്കും പോലീസ് കേസാണത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്. അതിൽ പാരൻ്റ് വന്നിട്ട് കരയുന്നത്, അന്ന് 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടിയപ്പം അവൾക്കൊരു ഐഫോൺ വാങ്ങി കൊടുത്തിരുന്നു. അതും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഐഫോൺ വാങ്ങിക്കൊടുത്ത് സ്നേഹം കൊണ്ട് ചെയ്തതാണ്. അതിനുശേഷം അവർക്കൊരു ആപ്പിളിൻ്റെ മാക്ക് വാങ്ങിക്കൊടുക്കുന്നു, ഐപാഡ് വാങ്ങിക്കൊടുക്കുന്നു. ശരിക്കും ഇത് ഞാൻ ചെയ്യുമ്പോൾ അവളുടെ കയ്യിൽ കത്തിയും തോക്കും വാങ്ങിക്കൊടുക്കുന്ന പോലെ ആയിരുന്നു എന്നുള്ള തോട്ട് എനിക്ക് അന്ന് വന്നിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. എൻ്റെ കുട്ടിയെ ഞാനാണ് ഇത്ര മോശം അവസ്ഥയിലെത്തിച്ചതെന്ന് ആലോചിച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. അത് കൗൺസിലിംഗ് കേസിൽ നമ്മൾ മുഴുവനായിട്ട് കാണും. സമൂഹത്തിൽ പുറമേ നോക്കുന്ന കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ഭയങ്കര അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് സിംറ്റം ഒന്നാമത് പറയാനുള്ളത് ഫോൺ ഉപയോഗത്തിൽ സീക്രസി വളരെ കൂടുന്നു. രണ്ടാമത് കുട്ടി ഇൻഡയറക്റ്റ്ലി പറയാൻ തുടങ്ങും, എനിക്ക് ഇതിൽ ശ്രദ്ധ കിട്ടുന്നില്ല, പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, റൈറ്റ്. എൻ്റെ എക്സാമിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എക്സാമിൽ ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആൻസർ നടുവിൽ കട്ടാവാണ്, അടുത്തത് വരുന്നത് ബ്രെയിനിന് അത് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് കാണാൻ പറ്റും. മൂന്നാമത്തത് കുട്ടി ഉറങ്ങുന്ന സമയം പലപ്പോഴും ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുക. ഡോറിൻ്റെ പുറത്തിങ്ങനെ രാത്രി എണീറ്റ് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അവൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ടാകും. പൊത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പൊത്തിൻ്റെ പുറത്ത് ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഇംപ്ലിസിറ്റ് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ പാരൻസ് വളരെ കൂടുതൽ അവെയർ ആയിരിക്കേണ്ട സംഭവമാണ്. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, ഇംപ്ലിസിറ്റ് ആയിട്ട് നോക്കണം. നിങ്ങളൊന്ന് സെർച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് കിട്ടും. നമ്മൾ ഇൻഷാ അല്ലാഹ് ഖാഫ് അക്കാഡമിയിൽ വി ഹാവിങ് എ കോഴ്സ്, സ്പെസിഫിക് കോഴ്സ് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് എക്സ്പ്ലിസിറ്റ് സിംറ്റം മുഴുവനായിട്ട് പാരൻസിനെ കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഇംപ്ലിസിറ്റ് സിംറ്റം മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനും ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ട്രെയിനിങ്ങിലൂടെ ശരിക്കും നേടാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റാണ്. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് എൻ്റെ കുട്ടിക്ക് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കുക ഇൻഷാ അല്ലാഹ്. ഇതിലൊരു പാരൻ്റെ ഒരു വിഷമം പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടി ചേർക്കാനുള്ളത്, അപ്പോൾ പാരൻസ് പൊതുവെ മക്കളോട് ചിലർ ഉപദേശിക്കുന്നുണ്ടാവും കുട്ടികളോട് ഫോൺ യൂസ് ചെയ്യരുത്. പക്ഷേ അവരതേ സമയത്ത് ഫോൺ നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവരത് ജീവിതത്തിൽ പ്രവർത്തിക്കേക്കില്ല. അപ്പം അത് കാണുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത് എങ്ങനെ ബാധിക്കുന്നത്? ഇത് കുട്ടികൾ ഫോൺ യൂസേജ്, പാരൻസിൻ്റെ ഫോൺ യൂസേജ് എങ്ങനെ കുട്ടികളെ ബാധിക്കും? ഡയറക്റ്റ്ലി ബാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും പല വീടുകളിലും പാരൻസ് കുട്ടികളായിട്ട് വരും, അവന് ഫോൺ ഉപയോഗം കൂടുതലാണ്, അവന് ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല, ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുമ്പം പാരൻസിൻ്റെ സ്ക്രീൻ ടൈം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫോണിൽ 7 മണിക്കൂറോ 9 മണിക്കൂറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ജോലി കഴിഞ്ഞ് നിന്ന് വീട്ടിൽ സോഫ ഇരുന്നിട്ട് ഇങ്ങനെ TV കാണുകയാണ്, ചാനൽ മാറ്റി ഇങ്ങനെ കാണുകയാണ്, സീരീസ് കാണുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ കുട്ടി കാണുന്നത് അതാണ്, കുട്ടി അത് കാണുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് വ്യത്യസ്ത ടൈപ്പിലാണ്, വ്യത്യസ്ത ഫോർമാറ്റിലാണ്, വ്യത്യസ്ത മൊഡാലിറ്റികളിലാണ് നടക്കുക. അതിൽ സൈക്കോളജി പറയുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. അതിലുള്ള അടിയിലുള്ള 2 എലമെൻ്റാണ് മോഡലിംഗ്, ഇമിറ്റേറ്റിംഗ്. അവർ കാണുന്ന ബിഹേവിയറിനെ മോഡൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക, റൈറ്റ്. ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഞാൻ ഒരു സ്കൂളിൽ അക്കാഡമിക് കൗൺസിലറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടിയുടെ ബിഹേവിയർ വളരെ മോശമായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ
ആ കുട്ടിയുടെ ബിഹേവിയർ ഇങ്ങനെ തന്നെ ഒരു വളരെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിഹേവിയറാണ്, അബ്നോർമലായിട്ടുള്ള ബിഹേവിയർ. സോഷ്യലി കുറച്ചും കൂടി മോശമായിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവൻ്റെ സംസാര രീതിയൊക്കെ മോശമാകും. ഞാൻ മനസ്സിൽ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു, പ്രോബബ്ലി ഒരു 90% അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉപ്പയോ ഉമ്മയോ പെരുമാറുന്ന ഈ തരത്തിലായിരിക്കും എന്നുള്ളത്. ഉപ്പയും ഉമ്മയും വിളിച്ച് വരുത്തി സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്, റൈറ്റ്. അപ്പോൾ ഉപ്പയും ഉമ്മയും എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് ശരിക്കും കുട്ടിയും പെരുമാറുക. അവർ ദീനിയായിട്ടുള്ള ആളാണ്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, നിക്കാബിയായിട്ടുള്ള ഉമ്മയാണ്. കുട്ടിയെ മദ്രസയിലേക്ക് അയക്കുന്നുണ്ട്. കുട്ടിക്ക് ഇതൊക്കെ അറിയാം, ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ കുട്ടി പ്രാക്ടിക്കലി ചെയ്യുന്നത് എന്താണ്, പാരൻസ് ചെയ്യുന്നത് എന്താണോ അത് കണ്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ കുട്ടികളെ സോഷ്യൽ മീഡിയ കൺസംഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഫാമിലിയായിട്ടൊരു സിസ്റ്റമിക് ചേഞ്ചാണ് ശരിക്കും വേണ്ടത്. എല്ലാവരും നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു, കുട്ടി മാത്രം ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അൺജസ്റ്റും കൂടിയാണ്. കുട്ടിക്കൊരു ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വരുന്നു, സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് ഫീലിംഗ് വരികയാണ് ചെയ്യുക. അപ്പം കുട്ടിയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഉപ്പ മാറണം, ഉമ്മ മാറണം, ബ്രദേഴ്സും സിസ്റ്റേഴ്സും മാറണം, ഫാമിലിയിലുള്ള മുഴുവൻ ഒരു സെറ്റപ്പ്, ഒരു ഡൈനാമിക് മാറേണ്ടതുണ്ട്. ഫാമിലിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക. ഈ സമയത്തിന് ശേഷം ആരും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. രാത്രി ഉറങ്ങുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ മോഡത്തിൻ്റെ പ്ലഗ് ഓഫാക്കി വെക്കാം, റൈറ്റ്. അല്ലെങ്കിൽ നോ ഫോൺ സോണുകൾ, ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ബെഡ് എന്ന് പറയുന്നത് ഫോൺ ഉപയോഗിക്കാനുള്ള സ്ഥലം. നമ്മൾ പറയാറുണ്ടല്ലോ, പാരൻസ് റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറയാറുണ്ട്, ബെഡിലിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബെഡിലിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്? നിൻ്റെ ബെഡ് എന്നുള്ളത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്, അവിടെ കുറേ റീൽസും ടിക്ടോക്കും കാണേണ്ട ഒരു സ്ഥലമല്ല, റൈറ്റ്. സ്റ്റഡി ടേബിളിരിക്കുമ്പോൾ നീ ഫോൺ ഉപയോഗിച്ച് കുറേ ഇൻ്റർനെറ്റ് വാച്ച് ചെയ്യലും എൻ്റർടൈൻമെൻറ്റ് കാണരുത്, അങ്ങനെ പാരൻസ് പറയാറുണ്ടോ? അങ്ങനെ പറയണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായിട്ട് വരണം. ശ്രദ്ധിക്കുന്ന കാര്യം, ഇപ്പോൾ ചാർജിങ് പോർട്ട് ഒരിക്കലും ബെഡിൻ്റെ അടുത്തുണ്ടാകാൻ പാടില്ല. ബെഡിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരു ചാർജിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് വിട്ടുന്നാൽ സ്വാഭാവികമായിട്ട് യൂസേജ് അവിടെ തന്നെ കുറച്ച് കുറയ്ക്കാൻ പറ്റും തോന്നില്ല. അതെ. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന ആളുകൾ തന്നെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചാർജിങ് പോർട്ടൊക്കെ മാക്സിമം ബെഡിന് അടുപ്പിച്ച് അങ്ങനെ ചെയ്യാൻ, എക്സ്റ്റൻഷൻ കോഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ഒപ്പിക്കും. അതാണ് പ്രശ്നം. പിന്നെ മറ്റൊരു ഏരിയ പറഞ്ഞപ്പം ഫോമോടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അത് ഇപ്പോൾ പാരൻസൊക്കെ ശ്രദ്ധിച്ചാൽ പോലും കുട്ടികൾ വേറെ സ്ഥലത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ബാക്കി പിള്ളേർ പലതും ചെയ്യുന്നത് കാണും, അവർ സോഷ്യൽ മീഡിയേനെ പറ്റി വല്ലതും പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ഫിയർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഈ ഒരു ഫോമോ എങ്ങനെയാണ് അവരെ എഫക്റ്റ് ചെയ്യണത്, അവർ സൈക്കോളജിക്കലി സ്പീക്കിംഗ് അതിപ്പോൾ എങ്ങനെയാണ് അവർക്ക് അങ്ങനത്തെ ഒരു ഇത് അവർ എഫക്റ്റ് ചെയ്യണം എന്നുള്ള ഇതും കൂടെ കുറച്ചും കൂടെ. അതെ. ഇത് വലിയൊരു ഡിസ്പാരിറ്റിയാണ്, വലിയൊരു ഗ്യാപ്പാണ്. ഇപ്പോൾ ദുബായിലുള്ള ഒരു പാരൻറ്റ് വന്നിട്ട് പറയാണ്, അവരുടെ ഒരു കമ്മ്യൂണിറ്റി ജനറലി കുറച്ച് മോശമായിട്ട് കുറേ സർക്കിൾ കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ തെർബിയത്ത് കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, നല്ല രീതിയിൽ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് ശ്രമിക്കാൻ ഒക്കെ നല്ല രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളൊന്നെങ്കിലും അവിടുന്ന് വീടിന്ന് മാറിപ്പോവുക. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, അതിലെല്ലാ ആളുകളും ഇത് ചെയ്യുന്നുണ്ട്, അവൻ മാത്രം മാറി നിൽക്കും. അതിൻ്റെ ഒരു പ്രഷർ വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പാരൻസിനെ കാണിക്കാതെ കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പാരൻസ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെൻ്റലി നിങ്ങളൊരു സിസ്റ്റമിക് എൻവയോൺമെൻറ്റൽ ചേഞ്ച് കൊണ്ടുവരിക. കുട്ടി പോകുന്ന സ്കൂളൊന്ന് കെയർഫുള്ളി ചൂസ് ചെയ്യുക. വളരെ ലിബറലായിട്ടുള്ള സെക്യുലറായിട്ടുള്ള എല്ലാ ഫാഷിസത്തുമുള്ള ഒരു സ്കൂളിലേക്ക് കുട്ടിയെ അയച്ചിട്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് ആടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖേദിക്കുന്നതിൽ ഒരർത്ഥം ഞാൻ കാണുന്നില്ല. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോമോ എന്തായാലും വരും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കാരണം ഈ ജനറേഷനിലെ കുറേ കുട്ടികൾ ടിക്ടോക്ക് ഡാൻസുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പബ്ജി കളിക്കുന്നു. അവരുടെ സർക്കിൾ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഇവർക്ക് മാത്രം ഒരു 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 ഡിസ്പാരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും, റൈറ്റ്. മറ്റു കുട്ടികൾ ഇവരെ പറ്റി അല്ലെങ്കിൽ അവളെ പറ്റി മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഒന്നിനും അവളെ കൊള്ളൂല, അല്ലെങ്കിൽ ഞങ്ങളെ സർക്കിളിലൊന്നും അവരെ കൂട്ടരുത്, ഷീസ് എ ബോർ, ഷീസ് നോട്ട് കൂൾ ഇനഫ്, റൈറ്റ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പാരൻസ് അത് മനസ്സിലാക്കി കുട്ടിക്ക് ബെറ്റർ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അതൊരു അഭിമാനമായി മാറ്റണം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്, ഈ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇനോഗ്രേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ നമ്മൾ ഈ തരം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് നിന്നിട്ട് പ്രൊഡക്റ്റീവായിട്ട് അവരെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മാറി നിന്നപ്പോൾ എന്താണ് ബോധ്യപ്പെട്ടതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഒരു ദിവസം ശരിക്കും 24 മണിക്കൂർ നിന്നിട്ട് കൃത്യമായി ബോധ്യപ്പെടുന്നത് ഇന്ന് വിട്ടുക്കുമ്പോഴാണെന്നാണ്. അപ്പോൾ അവർ വെച്ചാൽ അവർ ലൈഫിൽ കൃത്യമായിട്ട് ഒരു പ്ലാൻ വെച്ചിട്ട് ടൈം ടേബിൾ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് അവർ ഭയങ്കര സംഭവമായിട്ട് ബാക്കിയുള്ളവരാണ് ഇത് മിസ് ഔട്ട് ചെയ്യണമെന്നൊരു ഫീലാണ് അവർക്കുള്ളത് പേഴ്സണലി. ഈ പൊതുവേ അത് കൃത്യമായിട്ട് ആ ഒരു ബോധ്യം കുട്ടികൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ മറ്റൊരു ഏരിയയിൽ പോകണമെങ്കിൽ പ്രൈവസിയായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പ്രൈവസി എന്നത് എന്താ, അതിനൊരു നിർവചനം. ഇപ്പോൾ പൊതുവേ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പുറത്ത് സ്ട്രേഞ്ചേഴ്സിനോടല്ല ആരുടെ പറയേണ്ട ആവശ്യമില്ല, ചില ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തുണ്ടാവും. ചില നേരെ പാരൻസിനോട് ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് മനസ്സിലാവാതെ പോകുന്നുണ്ടോ തോന്നുന്നു ചിലർക്ക്. അതിൻ്റെ പല വിഷയങ്ങളും നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. അതേപോലെ എന്താ കൂട്ടിച്ചേർക്കാണ് ഈ പ്രൈവസി എന്നുള്ളതൊരു സോഷ്യൽ കോൺസെപ്റ്റാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവനായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി അവർക്ക് പലപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം. ഞാൻ ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സ്കൂളുകൾക്കും പോയിട്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിന് കാരണം കുട്ടിക്ക് അത് മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ല. റൈറ്റ്, ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒരാളെൻ്റെ മേത്ത് എങ്ങനെയാണ് തൊടുന്നത് അവർക്ക് മുഴുവനായിട്ട് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന അധിക സെക്ഷൽ അബ്യൂസ് കേസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും പറയാം, അന്ന് എന്നോട് അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കറിയില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഐ വാസ് ജസ്റ്റ് ദെയർ. റൈറ്റ്, പിന്നെ അത് നോർമലൈസ് ചെയ്തിട്ട് മൈൻഡ് മാറുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഈ പ്രൈവസി എന്നുള്ളതിൻ്റെ പ്രോട്ടോക്കോൾ, റെഗുലേഷൻസ്, കണ്ടീഷൻസ് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വളരെ കൃത്യമായിട്ട്. അതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. റൈറ്റ്, ഇപ്പോൾ ഹൽവ എന്ന് പറയുന്നതിന് ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാമിൽ. ഒരു ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചാറ്റിങ്, റൈറ്റ്, അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. റൈറ്റ്, അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ പ്രൈവസി എന്താണ്, ആരോടൊക്കെയാണ് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ചില കുട്ടികളുണ്ടാകും, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഫോളോവേഴ്സ് ഇങ്ങനെ കൂടണം. അപ്പോൾ അവർ എല്ലാ ആളെയും പോയിട്ട് ഫോളോ ചെയ്യും, എല്ലാ ആളുകളെയും ഫ്രണ്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. റൈറ്റ്, സ്നാപ്ചാറ്റിലൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട്, എല്ലാ ദിവസവും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീക്ക് കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ പ്രൈവസിക്ക് യാതൊരു വിലയും ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ കുട്ടികൾക്കിത് നമ്മൾ ക്ലിയറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, ഇതിൻ്റെ ട്രാപ്പുകൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതിൻ്റെ സൈക്കോളജി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ സ്ട്രീക്ക് കൊണ്ടുവന്നത് തന്നെ അത് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് എക്സ്പ്ലോയിറ്റേഷനാണ്. ഒരു കുട്ടിക്ക് അതിലൂടെ ഡോപ്പമിൻ റിലീസ് കിട്ടുന്നു. അപ്പോൾ കുട്ടിയോട് പറയാം, നിനക്ക് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ശരിക്കുള്ള സന്തോഷമല്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനമാണ്. ഇത് കുട്ടിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈവസി പഠിപ്പിച്ച് കൊടുക്കേണ്ട സംഭവമാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ കുട്ടി ആ ഒരു പ്രായത്തിൽ ഇന്ന ആളുകളായിട്ട് ഡിസ്റ്റൻസ് വെക്കും, ഇന്ന ആളുകളെ മാത്രമേ വിശ്വസിക്കുള്ളൂ, ഇന്ന ഫോട്ടോസ് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അതൊരു ഫോൾസ് എക്സ്പെക്റ്റേഷനാണ്. നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ, സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലൊക്കെ പ്രോപ്പറായിട്ട് ഇത് സിലബസിൻ്റെ ഭാഗമാക്കിയിട്ട് പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ഡോപ്പമിൻ സ്റ്റിമുലേഷൻ കൊണ്ട് കിട്ടുന്ന ഹാപ്പിനെസ്. അപ്പോൾ 2 ടൈപ്പ് ഹാപ്പിനെസ് ആണ്. ഒന്ന് ഈ വെർച്വൽ ഹാപ്പിനെസ് ഉണ്ട്, പിന്നെ റിയൽ ഹാപ്പിനെസ്. ഇത് എങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ, ഏതെന്ന് ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, പലതും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. പഠിപ്പിച്ച് കൊടുക്കേണ്ട പ്രായത്തിൽ പഠിപ്പിച്ച് കൊടുക്കണം, എന്നാലേ അത് ക്ലാരിറ്റി വരുള്ളൂ. പിന്നെ ലേറ്റർ ഓൺ അവരത് മനസ്സിലാക്കും. ഈ പഠിപ്പിച്ച കണ്ടൻറ്റുകൾ കുറച്ചും കൂടി ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രായം ലേറ്റർ ഓൺ വരും. പക്ഷേ നമ്മൾ ഫണ്ടമെൻ്റലി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം അതിനുശേഷം കിട്ടുന്നൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നാച്ചുറൽ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്. മറ്റേത് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക, അതിലൂടെ കിട്ടുന്ന കുറച്ച് ലാഫ്റ്ററും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും അത് ആർട്ടിഫിഷ്യലാണെന്നുള്ള ഒരു പ്രൈമറി കാറ്റഗറൈസേഷൻ, ഒരു ബേസിക് കാറ്റഗറൈസേഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒന്നും ഇപ്പോൾ നമ്മൾ കുറേ വിഷയങ്ങൾ ഇപ്പോൾ ഹലാലും ഹറാമും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഡിസ്റ്റിങ്റ്റീവായിട്ട് കാറ്റഗോറിക്കലിയാണ് പഠിപ്പിക്കുന്നത്. സിമിലർലി ഇതും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. ഫോൾസ് ഹാപ്പിനെസ് ആൻഡ് ട്രൂ ഹാപ്പിനെസ്. ഫോൾസ് ഹാപ്പിനെസ്സിൽ നമുക്ക് പറയാം, കുട്ടികൾക്ക് ഈ റീൽസ് കാണുമ്പോൾ കിട്ടുന്ന ചെറിയൊരു സന്തോഷം, അല്ലെങ്കിൽ കുറച്ച് ഗെയിമുകൾ കളിച്ചാൽ കിട്ടുന്ന കുറഞ്ഞ നേരമുള്ള സന്തോഷം. അതിനപ്പുറത്ത് നമുക്ക് എഴുതാം അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു ഫുൾഫിൽമെൻറ്റ്, നമസ്കാരത്തിൽ കിട്ടുന്നൊരു സക്കീനത്ത്, ഉമ്മയും ഉപ്പയും അനുസരിക്കുമ്പോൾ കിട്ടുന്നൊരു ഡീപ്പ് സെൻസ് ഓഫ് ഹാപ്പിനെസ്, ബാക്കിയുള്ള ആളുകൾക്ക് ധനം കൊടുക്കുമ്പോൾ, ചാരിറ്റി കൊടുക്കുമ്പോൾ, ഡൊണേഷൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അൾട്രോയിസ്റ്റിക് സെൻസ് ഓഫ് ഹാപ്പിനെസ്. ഇതൊക്കെ നമുക്ക് കാറ്റഗോറിക്കലി പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പം ചില ആൾക്കാരുടെ ആശങ്ക, സ്ട്രിക്റ്റ് പാരൻറ്റിങ് ചെയ്താൽ കുട്ടി റെബല്യസായി മാറുമോ, അല്ലെങ്കിൽ ഭയങ്കര വാശി കൂടുമോ, അപ്പോൾ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും, എങ്ങനെയാണ് പാരൻറ്റിങ് കറക്റ്റ് ഒരു ശൈലി കൊണ്ടുവരിക എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. ഇത് പലപ്പോഴും പല പാരൻസ് ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. റൈറ്റ്, പലപ്പോഴും പല ഫാമിലീസിലും ഗുഡ് കോപ്പ് ആൻഡ് ബാഡ് കോപ്പ് കളിക്കുന്ന പാരൻസ് അടക്കമുണ്ട്. റൈറ്റ്, ഉപ്പ എന്ന് പറയുന്നത് ഒരു മാച്ചോ ആയിട്ടുള്ള ഭീകരജീവി, വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും നിശബ്ദതായിട്ട് മാറും, എല്ലാവരും നീച്ച് സല്യൂട്ട് അടിക്കണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. മറ്റൊരു സൈഡിൽ ഉമ്മ എന്ന് പറയുന്നത് കള്ളക്കളിയും കുട്ടികൾക്ക് പാസ്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ. റൈറ്റ്, അങ്ങനെ ഓപ്പോസിറ്റ്, ഉപ്പയും വേറെ രീതിയിലാകാം, ഉമ്മയും വേറെ രീതിയിലാകാം. പക്ഷെ അതില്ലാത്തൊരു ബാലൻസ് ഉണ്ട്. അതാണ് ശരിക്കും ഇസ്ലാമിൽ പറയുന്നതിൻ്റെ തർബിയത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. റൈറ്റ്, ഇതിൽ സൈക്കോളജിയിൽ പാരൻറ്റിങ് സ്റ്റൈലുകൾ സംസാരിക്കുമ്പോൾ 4 ടൈപ്പ് പാരൻറ്റിങ് സ്റ്റൈലുകളാണുള്ളത്. ഞാൻ ഓരോന്നും എടുത്ത് വളരെ ഇലാബറേറ്റഡ് പറയുന്നില്ല, വളരെ സമയം എടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്ന പാരൻറ്റിങ് ഉണ്ട്. ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ദാറ്റ് ഈസ് ദ ഗോൾഡൻ സ്റ്റാൻഡേർഡ്. അതോറിറ്റേറിയൻ അല്ല, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട റൂൾസും റെഗുലേഷൻസും കൊടുക്കുന്നു. ഭയങ്കര സ്ട്രിക്റ്റാക്കി കുട്ടികളെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യല പറയുന്നത്. പക്ഷേ അത് ഗ്രാജ്വലി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിൻ്റെ പോലെ നമ്മൾ സ്നേഹവും കൊടുക്കുന്നു. കുട്ടികൾ ചിലപ്പോൾ റൂൾസും തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഹിക്മത്താണ് ശരിക്കും ഇതിലുള്ളത്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന. അള്ളാഹുവിൻ്റെ പാതയിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഹിക്മത്തോടു കൂടി വിളിക്കുക എന്നുള്ളത്
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികൾക്കും ബാധകമാണ്, മുതിർന്നവർക്കും ബാധകമാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ തർബീയത്ത് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ഡിവൈസുകൾക്ക് റെഗുലേഷൻസ് കൊടുക്കുമ്പോൾ ഒരു അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ഉണ്ടാവുക. കുറച്ച് സ്ട്രിക്റ്റായി നിൽക്കണം നിർബന്ധമായിട്ട്. പല പാരൻസും വിചാരിക്കുക ഞാൻ സ്ട്രിക്റ്റായി കഴിഞ്ഞാൽ അവൻ എന്നെ വെറുക്കൂലേ, ഞാൻ കുറച്ച് സ്ട്രിക്റ്റായി കഴിഞ്ഞാൽ അവൻ എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ, അവൻ കരയല്ലോ. കരയട്ടെ. ആ കരയുന്നത് അവൻ ഓവർകം ചെയ്യണം. അല്ലാത്തത് ഒരു സ്പൂൺ ഫീഡിങ് പാരൻറ്റിങ് ആണ്. കുട്ടികളെ നല്ല രീതിയിൽ പാമ്പർ ചെയ്തുകൊണ്ട് അങ്ങനെ വളർത്തിയെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലുതായി കഴിഞ്ഞാലും അവർക്ക് ചാലഞ്ചുകളെ നേരിടാൻ കഴിയില്ല. ഒരിക്കലും ബൗണ്ടറീസ് അവർക്ക് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ്. അത് ദീൻ ഫോളോ ചെയ്തതിലടക്കം പിന്നീട് പ്രശ്നമായിട്ട് വരും. പാരൻസിനോട് ശരിക്കും അവന് കൂടുതൽ ദേഷ്യമായിരിക്കും പിന്നീട് വരിക. ഇപ്പം നമ്മൾ പഠിക്കുന്ന റിബല്യസ്നെസ്സിനേക്കാളും 10 ഇരട്ടി റിബല്യസ്നെസ് ആയിരിക്കും അന്ന് അവൻ കാണിക്കുക. പക്ഷേ നമുക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുക. കുട്ടി കുറച്ച് സങ്കടപ്പെടട്ടെ, ആ കുട്ടി കുറച്ച് കരയട്ടെ, എന്നിരുന്നാലും പ്രശ്നമില്ല. അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പാരൻസ് തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചോക്ലേറ്റ് വേണമെന്ന് എല്ലാ കുട്ടികളും പറയും. പക്ഷെ നമുക്കറിയാം പല്ലിന് പ്രശ്നം വരും, അങ്ങനെ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കില്ല. പക്ഷേ ഈ ഡിജിറ്റൽ ഡിവൈസിൻ്റെ പ്രശ്നങ്ങൾ പാരൻസിനെ അറിയാത്തത് കൊണ്ട് മാത്രമാണ് ശരിക്കും ഇവർ കുട്ടികൾക്ക് ഇത്ര കൂടുതൽ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതും. അപ്പോൾ പാരൻസ് ഒന്ന് ഇത് മനസ്സിലാക്കുക. രണ്ടാമത്തത് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആവൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഹെക്മത്തോടുകൂടി വിസ്ഡമോടുകൂടി സ്ട്രിക്റ്റ് ആണ്. കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം, ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, കണ്ടിന്യൂസ്ലി മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബിൽഡ് ചെയ്യുന്ന ഒരു പാരൻറ്റിങ് കോഴ്സ് ഉണ്ട്. അതായത് കുട്ടികളെ ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഡി അഡിക്ഷനൊക്കെ വേണ്ടി റീഹാബിലിറ്റേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ ഒരു സൈഡിൽ നമ്മൾ പാരൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ തന്നെ കുട്ടികൾക്കും അവയർനെസ് കൊടുക്കുന്നുണ്ട്. പാരൻസിന് മാത്രമല്ല, പലപ്പോഴും പാരൻസ് ഇത് മുഴുവൻ മനസ്സിലാക്കി പഠിച്ചിട്ട് കുട്ടികളെ മേത്ത് എൻഫോഴ്സ് ചെയ്യുന്നൊരവസ്ഥയാണ് വരുന്നത്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് പകരം പാരൻസിന് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. എത്ര നേരം നീ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. റോബ്ലോക്സ് കളിക്കുമ്പോൾ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. പബ്ജി കളിക്കുമ്പോൾ അത് കുറേ നേരമായി കഴിഞ്ഞാൽ നിൻ്റെ ബ്രെയിനിനെ എങ്ങനെ ബാധിക്കും. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും. റൈറ്റ്, അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ലോജിക്കൽ ശരിക്കും. ഷോർട്ട് ടേം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ലോങ് ടേമിൽ ചിന്തിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് വയ്യെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സെയിം ലോജിക്ക് വെച്ചുകൊണ്ട് പാരൻറ്റ് പറയാം അതാ ഇഞ്ചക്ഷൻ അവന് വേദന ആവില്ലേ, ബുദ്ധിമുട്ടാവില്ല. പക്ഷേ ആ ഇഞ്ചക്ഷൻ വെക്കണം എന്തിനാണ്? അത് ഇപ്പോൾ വേദന ഉണ്ടെങ്കിലും പിന്നീട് അത് ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പം കുട്ടികൾ ഫോണിന് അഡിക്ഷൻ ഉണ്ട്, കരച്ചിലും പ്രശ്നമാണ്, അതുകൊണ്ട് വിഷമമാണ്. പക്ഷേ കുഴപ്പമില്ല, കുറച്ചൊന്ന് ഇതായാലും പിന്നീട് ലോങ് ടേം ചിന്തിക്കുമ്പോൾ ഇത് ഒരു സൊല്യൂഷനാണ്, ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്, അഡിക്ഷനിൽ പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അപ്പോൾ ആ രീതിയിൽ പാരൻസ് അത്രയും സിമ്പിളായിട്ടുള്ള കാര്യം പലപ്പോൾ ചിന്തിക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഇനി പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ ചില ആൾക്കാർ ഇപ്പോൾ ഉണ്ടാവും, നമ്മൾ പറയുമ്പോൾ എൻ്റെ മോൻ അങ്ങനെയല്ല, ഇതൊക്കെ കേട്ടാലും പറയും എൻ്റെ മോന് ഉഷാറാണ്, എൻ്റെ മോള് ഉഷാറാണ്, അവരങ്ങനെ സേഫാണ്, ഇതൊന്നും പറ്റില്ല, അത് മറ്റേ കുട്ടികളാണ്, മോനാണ് ഇവളാണെന്നൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനത്തെ പാരൻസിനോട് എന്താ പറയുള്ളത്? ഒന്നാമത്തത് അത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഈവൺ ദോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻഷൻ, നല്ല ഇൻറ്റൻഷനാണ്, ഒരു പാരൻ്റൽ കൺസേണിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനത്തെ ചിന്താഗതിയാണ് പലപ്പോഴും ഈ കുട്ടികൾക്ക് വളമാകുന്നത്. റൈറ്റ്, കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും പാരൻസ് അതിന് മുഴുവനായിട്ട് അംഗീകരിക്കില്ല. ഇപ്പോൾ PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സ് കുട്ടികളെ പറ്റി ഇന്ന അവസ്ഥകളാണ് കുട്ടികൾക്കുള്ളത്, അവന് കുറച്ച് മോശമാണ്, പാരൻസ് അംഗീകരിക്കില്ല, ഒരിക്കലുമല്ല. അത് നിങ്ങളെ പ്രശ്നമാണ്. അത് ശരിക്കും ഈ കാലഘട്ടത്തിലെ പാരൻറ്റിങ്ങും പണ്ട് കാലഘട്ടത്തിലെ പാരൻറ്റിങ് തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. റൈറ്റ്, കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ പാരൻസ് ഡിഫെൻഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ പോലീസിൽ കയറി ജയിലായി കഴിഞ്ഞാൽ ഇറക്കാൻ പുറത്ത് ആളുണ്ട് എന്നറിയുന്ന ഗുണ്ടകളുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ. റൈറ്റ്, പുറത്തിറക്കാൻ ആളുണ്ട്, എന്നാൽ പിന്നെ എല്ലാ പ്രൊട്ടസ്റ്റിലും കയറി എവിടെയും എന്തും പെരുമാറാം എന്നുള്ള ഒരു ധൈര്യം. അതേപോലെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കുട്ടികളെ. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും സെയിം പ്രിൻസിപ്പിളാണ് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, കോൺസിക്വൻസുകളില്ല. റൈറ്റ്, ഖുർആനിൽ അദാബിനെ പറ്റി പറയുന്നുണ്ട്, ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. നാറിനെ പറ്റി പറയുമ്പം നാറു ജഹന്നം ഖാലിദീന ഫീഹ അബദ ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദ. നാർ ജഹന്നമിൻ്റെ അദാബിനെ പറ്റി പറയുമ്പോൾ ഇന്ന അദാബ് അല്ലാഹി ഷദീദായിട്ടുള്ള അദാബാണെന്നൊക്കെ പറയും. അങ്ങനെ ശരിക്കും പേടിപ്പിക്കുന്നത് എന്തിനാണ്? അത് ഈ കോൺസിക്വൻസ് ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഹ്യൂമൻ ബിഹേവിയർ മാറുക. അപ്പോൾ അള്ളാഹു ഖുർആനിൽ മനുഷ്യന്മാർക്ക് തർബീയത്ത് കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാരൻസ് നിർബന്ധമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത് പ്രയോഗിക്കണം. ഒരിക്കലും എൻ്റെ മോൻ വളരെ നല്ല മുത്തഖിയായിട്ടുള്ള മുഹ്സിനായിട്ടുള്ളൊരു സഹാബിയാണെന്നുള്ള ചിന്ത ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വേണ്ട. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാം. റിയലിസ്റ്റിക് പാരൻറ്റിങ് ആണ് ആവശ്യം. റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലാണ് നമ്മൾ പാരൻറ്റിങ് ചെയ്യുന്നതെങ്കിൽ ഒരു കാലം റിയാലിറ്റിയെ നമ്മൾ നേരിടേണ്ട ഒരു സമയം വരും. ആ റിയാലിറ്റി നമ്മുടെ മനസ്സിനെ തകർക്കും.
കുട്ടിയെ ഇപ്പോൾ നമുക്ക് കൺട്രോളിൽ കിട്ടും, പിന്നീട് കൺട്രോളിൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ സമയം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പാരൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള ഭാവി അവർക്കുണ്ടാകും. അത് കാണുമ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങൾക്കും കൂടിയാണ് ഉണ്ടാകും. അതെ, അപ്പോൾ സ്വപ്നലോകത്ത് നിൽക്കാൻ പാടില്ല പറഞ്ഞ് ചുരുക്കം. ഇത് ചില പാരൻസ് പറഞ്ഞ പോലെ എൻ്റെ കുട്ടി മുത്തൊക്കെയാണ്, ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ധാരണ മാറ്റി ഇൻഷാ അല്ലാ അങ്ങനെ ആയിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഫ്രീ പാസ് കൊടുക്കരുത്. നമുക്ക് ചെയ്യേണ്ട ചില ഏരിയയിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. അല്ലേ, ഇനി അടുത്തൊരു ഏരിയ പോകണം. ഇപ്പോൾ ഈ അഡിക്ഷൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ കുട്ടികൾ അഡിക്റ്റ് ആയിക്കഴിഞ്ഞ് ഇനി അതിൻ്റെ ഒരു റിക്കവറി പ്രോസസ്സിലോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നു. ഈ റീഹാബിലിറ്റേഷൻ നമ്മൾ ശരിക്കും കൊടുക്കും. ഈ കുട്ടികൾ ഇപ്പോൾ ഒരു പാരൻ്റ് ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കുട്ടിക്ക് അവന് ഇൻ്റർനെറ്റ് ഉപയോഗം കുറേ നേരം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് ആദ്യം തന്നെ എന്താണ് അവന് സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്, അവന് ഇതൊരു ഡിസോർഡറായിട്ടൊന്നും നമ്മൾ ലേബിൾ ചെയ്യാൻ പാടില്ല. ആദ്യം കുട്ടിയുടെ അവസ്ഥ സ്പെസിഫിക്കലി നോക്കുക. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പല പാരൻസ് വിചാരിക്കും എൻ്റെ മോനും സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കണ്ടല്ലോ, ചിലപ്പോൾ രാത്രി ഉറങ്ങാതെ ഉപയോഗിക്കണ്ടല്ലോ, അവനൊക്കെ എന്താണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെന്നൊന്നും വിചാരിക്കരുത്. ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ട ഒരു ഡിസോർഡറാണ്. നമ്മളാരും ഇപ്പോൾ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ സ്റ്റൊമക് ക്യാൻസർ ആണെന്നൊന്നും ഡിസോർഡർ നമ്മളങ്ങനെ ഡയഗ്നോസ് ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ ഇത് ഡിസോർഡറാണ് നമ്മൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യില്ല. അത് കുട്ടി വന്നു കഴിഞ്ഞാൽ ചില മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കും കുട്ടി എത്രത്തോളമാണ് ഡിസ്ഫങ്ഷനലി ബാധിച്ചിട്ടുള്ളത്, എത്ര നേരമാണ് അവൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്, റൈറ്റ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ചില കുട്ടികൾ കണ്ടിന്യൂസ്ലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ അവന് കാണുന്നത് വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കറിയുന്ന ഒരു കുട്ടി അവന് ഈ ആനിമൽ പ്ലാന്റിങ്ങിനെ കാണാൻ ചെയ്യുക, അതാണ് അവന് ഭയങ്കര ഇഷ്ടം. ചില കുട്ടികൾ ഈ സയൻസ് ഡിസ്കവറി ചാനൽ ഉണ്ടല്ലോ, അതിലുള്ള ചില വീഡിയോസ്, ചില ആളുകൾ ഈ ഷാർക്ക് ടാങ്ക് ഉണ്ടല്ലോ, ഓരോ പ്രൊജക്റ്റുകൾ പിച്ച് ചെയ്തിട്ട്. അപ്പം ആ കുട്ടികളും നേരെ അപ്പുറത്ത് GTA Vice City 6 മണിക്കൂർ കളിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പൊണോഗ്രഫി അഡിക്ഷനിലൂടെ, അതൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഇത് വലിയൊരു സ്പെക്ട്രമാണ്. അപ്പോൾ ആദ്യം ഇയാൾ ആ സ്പെക്ട്രത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നിർണ്ണയിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസിസ്, അതൊന്നാമത്തത്. അപ്പോൾ അതിന് നമ്മൾ അസസ്മെൻറ്റ് ടൂൾസുകളുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നു. അതിനുശേഷം അതിനനുസരിച്ചുള്ള അതിലൊതുങ്ങുന്ന ഒരു സ്പെസിഫിക് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുക. ഇനി സൊല്യൂഷൻ കൊടുക്കുമ്പം ഇപ്പോൾ ഈ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഒരു മരുന്ന് നേരണ്ട എഴുതല്ല ചെയ്യുക, മറിച്ച് ഫാമിലിയുടെ അവസ്ഥ നോക്കേണ്ടതുണ്ട്. ഫാമിലിയിൽ എത്ര നേരം ബാക്കിയുള്ള ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നു, വലിയൊരു ഫാക്ടറാണത്. ഈ പല കൺസിഡർ ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാറ്റിക് വേ എന്ന് പറയുന്നത് കുട്ടിയെ എങ്ങനെ വിളിച്ച് ഉപദേശിക്കുക, കുട്ടിയെ എങ്ങനെ കുറ്റപ്പെടുത്തുക. പാരൻസ് ആദ്യം എല്ലാവരും കൂടി മുന്നിരുന്നിട്ട് പാരൻസ് പറയും ഇവൻ ഇങ്ങനെയാണ് അവനങ്ങനെയാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഈ കുറ്റപ്പെടുത്തൽ കൊണ്ട് ആളുകൾ നന്നായിട്ടൊന്നുമില്ല കേട്ടോ, റൈറ്റ്. അപ്പോൾ ഇതിൽ കുട്ടിയുടെ അവസ്ഥയും വീട്ടിലെ അവസ്ഥയും മൊത്തമായിട്ട് നോക്കിയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക. അതിൽ പലപ്പോഴും പാരൻസിനോട് ഞാൻ പറയാനുള്ള സംഭവം വെച്ചാൽ പെട്ടെന്ന് അവൻ്റെ ഫോണും ലാപ്ടോപ്പും കൊണ്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ ആകുമെന്ന് വിചാരിക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. എന്നാൽ അത് സൊല്യൂഷനല്ല. നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ആ സിംറ്റമിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, പ്രോബ്ലത്തെ അല്ല. പലപ്പോഴും ഈ പനി വരുമ്പോൾ പനി എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഉള്ളിലുള്ള ഫിസിയോളജിക്കൽ ഫിനോമിനൻ്റെ റിയാക്ഷൻ ആയിരിക്കാം, റൈറ്റ്. അതിനുള്ള ഒരു മെക്കാനിസം ആയിരിക്കാം. പക്ഷേ നമ്മൾ പനിയുണ്ട് സപ്രസ് ചെയ്യാണ് പലപ്പോഴും മെഡിസിൻ കഴിച്ചിട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിന് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും പാരൻസ് പറയാറുണ്ട് എന്താണ് അവന് നല്ല രീതിയിൽ എന്താണ് ഇത് വെക്കേഷന് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഫുള്ള് എടുത്തു മാറ്റി, ഒരു മാസം കഴിഞ്ഞു ഓൻ റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവസാനം എന്താണ് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വിടുമ്പോൾ പഴയ പോലെയുള്ള അവസ്ഥയ്ക്ക് പിന്നും പോവുകയാണ്. പെയിൻ കില്ലർ കൊടുക്കണ പോലെയാണ്. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരിക. അവൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ എത്രയാണോ ഉപയോഗിക്കുന്നത് ആ ടൈമിങ്ങിന് ഡ്യൂറേഷൻ കുറച്ച് വന്നിട്ട് ആ ബാക്കിയുള്ള സമയത്തിന് ഒരു ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റി നിർബന്ധമായിട്ട് കൊടുക്കണം. പലപ്പോഴും പാരൻസ് ഇപ്പോൾ വെക്കേഷനിൽ അവിടെ GCC ഖത്തറിലാണ്, വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല, പക്ഷേ ഭയങ്കര ചൂടാണ്, കുട്ടികളെല്ലാവരും ഉള്ളിലാണ്, AC ഇരിക്കുകയാണ് അവിടെ ചെയ്യുക. ആകെ ചെയ്യാനുള്ളത് ഫോണിൽ എന്തെങ്കിലും കളിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ TV എന്തെങ്കിലും കാണുക എന്നുള്ളത്, പ്ലേ സ്റ്റേഷൻ കളിക്കുക എന്നുള്ളതാണ്. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. എല്ലാവരും പിന്നെ പാരൻസ് പറയുന്നത് അവനിങ്ങനെ ഉറങ്ങും, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വെറുതെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ സോഫ്റ്റ്മേലാണ്ട് കിടക്കുന്നു, ബോൾ എടുത്തിട്ട് ചുമരുമൊക്കെ ഇങ്ങനെ എറിഞ്ഞ് വരും, 4-5 മണിക്കൂർ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ അതൊക്കെ വോയിഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുക, റൈറ്റ്. ഒന്നും ചെയ്യാനില്ല. ബോർഡം എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ അതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിൽ കുട്ടികൾ പോകാം. അപ്പം ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കുറഞ്ഞു വരുന്നതിനെ സംബന്ധിച്ച് അതേ ഒരു
കോറിലേഷനലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റി കൊടുക്കണം. അത് കുട്ടിക്ക് എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കണം. പാരൻസും കൂടി ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളെന്താണ് ഇത് സോഷ്യൽ മീഡിയ കുറച്ച് മറ്റേത് കൂട്ടി ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ആവശ്യമുള്ള യൂസേജിൻ്റെ അവസ്ഥയിലേക്ക് മാത്രം സോഷ്യൽ മീഡിയയെ മാറ്റിക്കൊണ്ടുവരിക. ക്ലിയർ ആയിട്ടുള്ള ടൈം റെസ്ട്രിക്ഷൻ വെക്കുക. ആ സമയത്തൊക്കെ കുട്ടികൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും, മോശമായിട്ടുള്ള അവസ്ഥയിൽ അവർ പറയും, ചിലപ്പോൾ ഡോറൊക്കെ ഇങ്ങനെ അടച്ച്, അതൊക്കെ നോർമൽ പാർട്ട് ഓഫ് ദി ചേഞ്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് ശരിക്കും ഇതിനെ മാറ്റാൻ കഴിയുള്ളൂ. ഇപ്പോൾ റിക്കവറി പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ വെറുതെ ഇപ്പം തൊലിപ്പുറത്തുള്ള ചികിത്സ അല്ല വേണ്ടിയതെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ ഇപ്പം പറഞ്ഞൊരു പരാ, പക്ഷേ ബോർഡത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചില വീഡിയോസ് കണ്ടില്ല, ടെക്ടോക്സ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞത് നമ്മൾ ബോർഡം ഇസ് നെസസറി എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. അത് നമ്മൾ ബോർഡം നമ്മുടെ ജീവിതത്തിൽ വേണം എന്നാണ് പറഞ്ഞത്. അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ശരിക്കും ബോർഡം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഹ്യൂമൻ റിയാലിറ്റി. ഒന്നും ചെയ്തിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ വരുന്നതിൻ്റെ മുമ്പേ ഉള്ളൊരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ടിരിക്കുക, സ്റ്റിൽനെസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പണ്ഡിതന്മാരുടെ ജീവിതം നോക്കിക്കഴിയുകയാണെങ്കിൽ അവർ പലപ്പോഴും മാറിയിരുന്ന അള്ളാഹുൽ തദബ്ബുർ ചെയ്യുമായിരുന്നു, തഫക്കുർ ചെയ്യുമായിരുന്നു, ദിക്റുകൾ ചെയ്യുമായിരുന്നു. ശരീഅത്തിന് അടിസ്ഥാനമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, മറ്റേതല്ല. അപ്പം അങ്ങനെ അവർ പ്രോപ്പറായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് മാറിയിരിക്കാനുള്ള സമയമുണ്ട്. ഞാൻ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് ഈ പലപ്പോഴും കുട്ടികൾ മശൈഖ്മാരുടെ അടുത്ത് പോയിട്ട്, പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് പറയും, ഐ കാൺ കോൺസെൻട്രേറ്റ്, നമസ്കാരത്തിൽ ഖുശൂഇല്ല, ലാ അസ്തതിഉ ഉറക്കിസ്, എനിക്ക് തർക്കീസ് കിട്ടുന്നില്ല, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവന് ഈ ത്വലബുൽ ഇൽമും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവൻ്റെ നേരെ ഇരിക്കുന്ന അവൻ്റെ ഫോണും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. സ്റ്റിൽനെസ് ഇല്ലാത്തൊരു ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും അജിറ്റേറ്റഡ് ആയിരിക്കും, എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അതിന് കൂടെയുള്ള വേറെ ഒരു സംഭവമാണ്, എല്ലാ സമയത്തും നമ്മൾ പ്രൊഡക്റ്റീവായിരിക്കണം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊഡക്ടിവിറ്റി, ഓൺട്രപ്രണർഷിപ്പിൻ്റെ ആളുകളൊക്കെ പറയുകയാണ് ഐ നീഡ് ടു ബി പ്രൊഡക്റ്റീവ്. എപ്പോഴും എന്താണ്, ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടാകാൻ പാടില്ല, ഒന്ന് ശ്വാസം വലിക്കാൻ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സമയം ഉണ്ടാകാൻ പാടില്ല. യു ഷുഡ് ഓൾവേസ് ബി പ്രൊഡക്റ്റീവ്, യു ഷുഡ് ബി ഡൂയിങ് സംതിങ്, മൾട്ടി ടാസ്ക് ചെയ്യണം, റൈറ്റ്? അപ്പം വാട്ട് വി നീഡ് ടു ഡു ഇസ് ഈ സ്റ്റിൽനെസ്സിൻ്റെ പ്രാധാന്യത ഇസ്ലാമിക്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം. ഹൽവ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ്, നമ്മളൊന്ന് മാറിയിരിക്കുക, നമ്മൾ സ്വന്തത്തോടൊന്ന് മുഹാസബത്ത് ചെയ്യാനുള്ളൊരു സമയം, ഒരു ബ്രീത്ത് ചെയ്യാനുള്ള സമയം, റൈറ്റ്? അങ്ങനത്തെ ഒരു സമയം നമ്മൾ നിർബന്ധമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റിൽനെസ് എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾ ബോർഡം എന്ന് പറയുകയാണെങ്കിലും ആ ബോർഡത്തെ നമ്മൾ റീഫ്രൈസ് ചെയ്തിട്ട് സ്റ്റിൽനെസ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കുട്ടികൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരവസ്ഥയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതിന് പറയാനുള്ളത്. ദാറ്റ് ഈസ് ഗ്രോത്ത്. അങ്ങനെയാണ് ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ മറ്റൊരു ഏരിയ സംസാരിക്കാൻ തോന്നിയത്, ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതത്തിനെ പറ്റി ചെറിയ പരാമർശം വന്നു. ശരിക്കും എന്താണ് ഈ ആൽഗോരിതം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ? ഓൾറൈറ്റ്, ഞാൻ ഐ എം നോട്ട് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ അതിൻ്റെ കോഡുകളും കാര്യങ്ങളൊന്നും അല്ലേ പറയുന്നത്, പക്ഷേ എൻ്റെ സൈക്കോളജിക്കൽ ഡയമെൻഷൻ ഞാൻ ടച്ച് ചെയ്യാം. ഈ ആൽഗോരിതംസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ നമ്മളെ അടുത്തേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ സെർച്ച് ചെയ്യുക നമുക്ക് ഇൻട്രസ്റ്റുകളുള്ള കാര്യങ്ങളായിരിക്കും. എൻ്റെ അനിയൻ്റെ ചെറിയൊരു അനിയനുണ്ട്, അവൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ആ ഒരു സെർച്ച് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാറുകളും ഫുട്ബോളുമാണ്. അപ്പോൾ കാറുകളും ഫുട്ബോളാണ് അവന് ഇഷ്ടം എന്നുള്ളത് ആർക്കറിയാം? ഇൻസ്റ്റഗ്രാമർ. അതുമാത്രമല്ല, ശരിക്കും പേടിപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണത്. ഇപ്പോൾ ഞാനങ്ങനെ സോഷ്യൽ മീഡിയ അത്ര കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളല്ല. പക്ഷേ പലപ്പോഴും ഇപ്പോൾ എൻ്റെ കൗൺസിലിംഗ്, ഓൺലൈൻ കൗൺസിലിംഗ് വരുമ്പോൾ നമ്മളെ ഫോൺ ഇവിടെ അടുത്തുണ്ടാവുമല്ലോ. ഞാൻ ലാപ്ടോപ്പിലാണ് കൗൺസിൽ ചെയ്യുക. അതിൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് എനിക്ക് വരുന്നത്. ശരിക്കും ഭയങ്കര അത്ഭുതം. ഇപ്പോൾ മാരിറ്റൽ കൗൺസിലിംഗ് കൂടുതൽ വന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാരിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോട്ടുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ അത്ര കൂടുതൽ എന്താണ്, നമുക്കിഷ്ടമുള്ള കാര്യം എന്താണോ അത് നമ്മളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയ. ദാറ്റ് ഈസ് വാട്ട് ആൽഗോരിതമിക് മാനിപ്പുലേഷൻ ഈസ്. നമ്മൾ വളരെ കൂടുതൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ബേസിക്കലി അത്. അപ്പോൾ അത്ര രീതിയിൽ നമ്മളെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ അതിലിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ കുറേ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് വരുന്നെങ്കിൽ അത്ര സമയം അതിലിരിക്കില്ല. അതിന് പകരം അവനിഷ്ടമുള്ള കുറേ ട്രോളുകളും മീമുകളും സ്റ്റാൻഡപ്പ് കോമഡി കാര്യങ്ങളും പിന്നെ കാറുകളും ഭയങ്കര ഫോങ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ ഫുട്ബോളിൻ്റെ കാര്യങ്ങളും ഡ്രാമകളൊക്കെ വരുന്നെങ്കിൽ അവന് കൂടുതൽ ഇഷ്ടപ്പെടും, കൂടുതൽ സമയം അവന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇന്നസെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ആക്സിഡൻറ്റൽ, it is not coincidental, it is clearly planned, it is part of an agenda.
ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ പ്രോപ്പഗാൻഡ. ഇങ്ങനെയാണ്, ദിസ് ഈസ് ഹൗ ദെയർ ഫിനാൻസസ് ആക്ച്വലി വർക്ക്. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ അറ്റൻഷൻ വെച്ചിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ കോഷനും എക്സ്ട്രാ സ്റ്റെപ്പുകളും നിർബന്ധമായിട്ട് എടുക്കേണ്ടതുണ്ട്. പൊതുവെ പറയാറുണ്ട്, വെൻ സംതിങ് ഇസ് ഫോർ ഫ്രീ യു ആർ ദ പ്രൊഡക്റ്റ്. എക്സാക്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം. പക്ഷേ ഈ ആഡുകൾ വരുന്നത് നമുക്ക് എന്താണ് ആവശ്യമുള്ള ആ ഒരു സാധനം കറക്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ആവശ്യക്കാരാണെങ്കിൽ അത് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റായി മാറാണെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം തോന്നുന്നു. പിന്നെ മറ്റൊരു ഏരിയ, ഇപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റീനെ ബാധിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എയുടെ ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് പൊതുവേ എന്തുണ്ട് ChatGPT, ജെമിനി ഒന്നടിച്ചാൽ അപ്പോൾ സാധനം അപ്പോൾ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളത് കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറയൊക്കെ ക്രിയേറ്റിവിറ്റീനെ എങ്ങനെ അത് ബാധിക്കുന്നത്? ഈ കാൾ ന്യൂപോർട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഡീപ്പ് വർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് വർക്ക് ചെയ്യുക. ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള രീതിയിൽ എഴുതുക. ഇക്കിഗായ് എന്നൊക്കെ പറയുന്ന വേറൊരു പുസ്തകം ഉണ്ടല്ലോ. അതായത് വെൻ യു ഗെറ്റ് ഇൻ ടു ദ ഫ്ലോ, ഒരു ക്രിയേറ്റീവ് ഫ്ലോയിലേക്ക് നമ്മൾ കയറുക എന്നൊക്കെ പറയുന്ന കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ശരിക്കും ആ ഒരവസ്ഥയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ മാറിയിരിക്കണം എന്നാണ് പറയുക. അദ്ദേഹം കാൾ ന്യൂപോർട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ കാൾ യങ്ങിനെ പറ്റി പറയുന്നുണ്ട്. കാൾ യങ് എന്നുള്ളൊരു സൈക്കോളജിസ്റ്റാണ്, സൈക്കോ ഡൈനാമിക് തിയറീസിൻ്റെ ഒക്കെ ഫാദറാണ് അദ്ദേഹം. അദ്ദേഹം സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പം അതിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നത് ലൈബ്രറിയിലല്ല. അദ്ദേഹം ജർമ്മനിയിലുള്ള ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ടവർ മാറ്റ സാധനം ഉണ്ടായിരുന്നു. അതിന് മേലൊരു റൂം ഉണ്ടാക്കിയിട്ട് അവിടെ ദിവസങ്ങളോളം നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭക്ഷണമായി എന്ന് വിളിച്ച് പറഞ്ഞിരുന്നത് മണിയടിച്ചിട്ട്, ദൂരത്തുനിന്ന് മണിയടിച്ചിട്ട് പറയും ഭക്ഷണത്തിൻ്റെ ടൈം നിങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് പറയാം. അപ്പോൾ എന്തിനാണ് ആ ഒരു സൈക്കോളജിസ്റ്റ് അത്ര സമയം മാറി നിന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ദാറ്റ് ഹി ക്യാൻ വർക്ക് വെരി ഡീപ്ലി. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് സെൽഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ഐസക് ന്യൂട്ടൺ ഈസ് എ ഗുഡ് എക്സാമ്പിൾ. അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള, ഡിസ്കവറീസ് ഉണ്ടാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ ഇൻവെൻഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളിലൊക്കെ നമ്മൾ ഈ സെൽഫ് ഐസൊലേഷൻ കാണാൻ പറ്റും. അതിലൂടെ കുറേ കൂടുതൽ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ക്രിയേറ്റീവ് ഫാക്കൽറ്റീസ് വർദ്ധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ബ്രെയിൻ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളമാണ് ശരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. പക്ഷെ അതിനുള്ള സമയമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ സെർച്ച് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള സമയമില്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന വേറൊരു ഫിനോമിനൻ ഉണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ പാത്വേസ് വയറാകും, റീവയറാകും ബേസ്ഡ് ഓൺ വാട്ട് വി ഡു കോൺസ്റ്റൻ്റ്ലി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിൻ്റെ റീവയറിങ് നടക്കുക. അപ്പോൾ നിരന്തരം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നൊരു അസൈൻമെൻറ്റ് കിട്ടുകയാണ്. ഈ കുട്ടി സ്വന്തം എഴുതുന്നു, ആ ഒരു പ്രക്രിയ അവൻ്റെ ബ്രെയിനിനെ ഉപയോഗിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ അവന് അതിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, നേരെ ആയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ChatGPT പോയി ചോദിക്കുന്നു ക്രിയേറ്റ് ഫോർ മീ മൈ അസൈൻമെൻറ്റ്, ചോദ്യം ഇടുന്നു. നമ്മളത് ഫുള്ള് വായിച്ചു നോക്കേണ്ട പോലെ ചിലപ്പോൾ ഒരു ഫുൾ ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നു. ക്ലോഡിൻ്റെ കോവർക്ക് ഉണ്ട്, കോവർക്ക് ഇറ്റ്സ് എ ന്യൂ അപ്ഡേറ്റ്, അസ്റ്റോണിഷിങ്. അതിൽ നമ്മൾ എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് സാധനം നമ്മളെ കയ്യിൽ പാഴ്സലാക്കിയിട്ട് തരും. റൈറ്റ്, അങ്ങനെ ഒരു അവസ്ഥ. PhD ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്, അവിടെയുള്ളൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ്, കൊർണൽവെൽ യൂണിവേഴ്സിറ്റി ഖത്തറിലുള്ള. അവൻ പറയുന്നുണ്ട് പല കുട്ടികളും അവർക്കൊരു PhD തീസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ചിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ, ഇപ്പോൾ പണ്ട് കാലത്ത് അതിന് 3 മാസം ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 മിനിറ്റ് വേണ്ടെന്ന് അവൻ പറഞ്ഞത്. അവൻ ജസ്റ്റ് ആവശ്യം അയച്ചു കൊടുക്കുക, അബ്സ്ട്രാക്റ്റ് അയച്ചു കൊടുക്കുക, എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വേണ്ടെന്താണ് അയച്ചു കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് PDF ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നു. പക്ഷേ ഈ കുട്ടികൾ ന്യൂറോ സയൻസ് പഠിക്കുന്ന, ഫിസിക്സിൽ PhD ചെയ്യുന്ന, ക്വാണ്ടം മെക്കാനിക്സിൽ PhD ചെയ്യുന്ന കുട്ടികൾ ഇതൊക്കെ പഠിച്ച് നല്ല മാർക്ക് കിട്ടി പാസ്സായി പുറത്ത് വരുമ്പം അവരുടെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ ക്രിയേറ്റീവ് എബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ്. എനി പേഴ്സൺ ഹു വാണ്ട്സ് ടു ഹാവ് എ ക്രിയേറ്റീവ് എൻഡിവർ ഇൻ ലൈഫ്, റൈറ്റർ ആകണം, പോയറ്റ് ആകണം, ഐ വാണ്ട് ടു ബി എൻ ഓഥർ, എനിക്ക് കുറേ കൂടുതൽ ഇൻവെൻഷൻസും ഇന്നോവേറ്റീവ് ഐഡിയാസും ഒക്കെ സമൂഹത്തിൽ കൊടുക്കണം താല്പര്യമുണ്ടെങ്കിൽ സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ ആസ് മച്ച് ആസ് യു ക്യാൻ. പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഒരു ഫ്രണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവന് ടീച്ചറാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു അസൈൻമെൻറ്റ് സമയത്ത് പല ഉഷാറായിട്ടുള്ള അസൈൻമെൻറ്റാണ്, എല്ലാം നല്ല കണ്ടില്ല. ഏറ്റവും അവസാനം ഇഫ് യു വാണ്ട് ദിസ് പ്ലീസ് ആസ്ക് യു പൊതുവെ ChatGPT അവസാനം ഇനി വേറെ ക്വയറീസ് ഉണ്ടോ ചോദിക്കില്ല, അത് അതേപടിയാണ് വെച്ചിരിക്കുകയാണ്. അപ്പം കോപ്പി പേസ്റ്റ് ചെയ്ത് അവർ വായിച്ചിട്ട് പോയില്ല, ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഇതുമായിട്ടൊരു ഉപചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ AI നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്, അതല്ല എങ്ങനെയാണ് അത് ക്രിയേറ്റീവായിട്ട്, ഐ മീൻ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് AI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ചെറിയൊരു കഥ പറയാം. 2 വീടുകളുണ്ട്, അതിന് മുന്നിലൊരു പുഴയുണ്ട്. ഈ പുഴ വർഷം കൂടുമ്പോൾ ഇങ്ങനെ അത് ഉയർന്ന് സീ ലെവലിൻ്റെ മേലോട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ റാപ്പിഡ് റേറ്റിലാണ് അതിങ്ങനെ ഉയർന്നു വരുന്നത്.
2 വീടുകളിലും 2 കുട്ടികളുണ്ട്. 10 വയസ്സുള്ള ഒരു വീട്ടിൽ ഒരു 10 വയസ്സുള്ള കുട്ടി, മറ്റേ വീട്ടിൽ ഒരു 10 വയസ്സുള്ള കുട്ടി. ഒന്നാമത്തെ വീട്, ലെറ്റ്സ് നെയിം ഇറ്റ് ഹൗസ് എ, റൈറ്റ്. ആ ഹൗസ് എയിലുള്ള കുട്ടിയോട് പാരൻറ്റ് പറയാണ്, മോനെ നീ സൂക്ഷിക്കണം, നീ ആ റിവറിൻ്റെ അടുത്തേക്ക് തന്നെ പോരുത്, അതിൽ ചിലപ്പോൾ മുതലകൾ ഉണ്ടാകാം, പാമ്പുകൾ ഉണ്ടാകാം, നിനക്ക് നീന്താൻ അറിയില്ല പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടിയെ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്താം. പക്ഷേ ഫൈനലി നമുക്ക് എന്തറിയാം, ഈ പുഴ ഉയർന്നു വന്നിട്ട് കുട്ടി എന്തായാലും ഇതായിട്ട് എൻഗേജ് ചെയ്യേണ്ടി വരും, ഉറപ്പാണ്. രണ്ടാമത്തെ വീട്ടിലെ പാരൻസ് കുട്ടിയോട് പറയാണ്, മോനെ പുഴയുണ്ട്, നീ നീന്താൻ പഠിക്കണം. മുതലകളുണ്ടാകും, അപ്പോൾ മുതലകൾ എങ്ങനെ നേരിടണം നീ പഠിക്കണം. പാമ്പുകളുണ്ടാകും, പാമ്പ് വിഷം കടിയേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നീ പഠിക്കണം, റൈറ്റ്. എവിടേക്കാണ് ഏത് രീതിയിലാണ് നീന്തൽ, ഭയങ്കര പരിശീലനം കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഏത് വീട്ടിലെ കുട്ടിയാണ് ശരിക്കും രക്ഷപ്പെടുക? രണ്ടാമത്തെ വീട്ടിൽ. അതുപോലെയാണ് AI എന്നുള്ളതൊരു റെവല്യൂഷനാണ്. യു കാൺ ഡിനൈ ദാറ്റ്, യു കാൺ സ്റ്റോപ്പ് ഇറ്റ്, റൈറ്റ്. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു മൂവ്മെൻറ്റാണ്, റൈറ്റ്. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് പലപ്പോഴും നമ്മളെ ആളുകൾ നാട്ടിലൊന്നും ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് തോന്നിപ്പോകും, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അപ്പോൾ ശരിക്കും ദിസ് ഈസ് എ റെവല്യൂഷൻ, ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഗൾഫ് ഓൾ ഏരിയാസ്, റൈറ്റ്. അത് ജോലികൾ, സ്റ്റെം ഏരിയാസ് ആണെങ്കിലും എന്ത് അവസ്ഥയിലാണെങ്കിലും ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ടു എൻഗൾഫ് ഓൾ ദോസ് ഏരിയാസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളത്. യു കനോട്ട് ഡിനൈ AI, ബട്ട് യു ക്യാൻ അഡാപ്റ്റ് യുവർ സെൽഫ് ടു AI. നമ്മുടെ പ്രോട്ടോകോൾസ് ശർഈയായിട്ട് ഹലാലായിട്ടുള്ള രീതിയിൽ ഇതിനെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയാണ് നടക്കുന്നത്? അത് നടക്കുന്നില്ല, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് പാരലായിട്ട് നടക്കുന്ന കുറേ സോഷ്യോളജിക്കൽ ചേഞ്ചുകളുണ്ട്. ലിബറലിസത്തിൻ്റെ സ്പ്രെഡ് കൂടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു ലിബറൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ സമയത്ത് ഇതൊരു ചർച്ച തന്നെ ഇല്ല. ഇതെന്തോ ഇറ്റ്സ് കൺസിഡർ സംതിങ് ദാറ്റ് ഇസ് എക്സ്ട്രീംലി ടാബു. ഞാൻ പറയാം, വി നീഡ് ആൻ ഇസ്ലാമിക് ആൾട്ടർനേറ്റീവ് ടു ഇറ്റ്. ദാറ്റ്സ് വാട്ട് വി ബിൽഡിങ് അറ്റ് ഖാഫ് അക്കാഡമി. അപ്പം അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സിമിലർലി ഞാൻ പറയാം, AI-ൻ്റെ വിഷയത്തിൽ, സോഷ്യൽ മീഡിയയുടെ വിഷയത്തിൽ വി നീഡ് ആൻ ആൾട്ടർനേറ്റീവ്. ഇനി അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അതുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യണമെന്നത് പഠിപ്പിച്ചു കൊടുക്കണം. റെഗുലേറ്ററി ആയിട്ട് എങ്ങനെ ചെയ്യണം, ഹലാൽ ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യണം, ഹൗ ടു ബി മോർ വാല്യൂ ഓറിയൻറ്റഡ് ആൻഡ് പ്രിൻസിപ്പിൾഡ് വെൻ യു യൂസ് യുവർ AI എന്നുള്ളതിൻ്റെ ട്രെയിനിങ് മദ്രസകളിൽ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പാരൻസ് ചെയ്യേണ്ട ചില കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലെ ചില പാരൻസ് പറയാറുണ്ട്, ഇപ്പോൾ അവർ കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ ഫോൺ കയ്യിൽ കൊടുത്താൽ അടങ്ങിയിരുന്നുള്ളൂ, പിന്നെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് നല്ല ഡിസിപ്ലിൻഡായി വരും കുട്ടികളെ അങ്ങനെ കൊടുക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു ലോങ് ടേം എഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഫോൺ ചെറിയ പ്രായത്തിൽ തന്നെ ഫോൺ കൊടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നൊരു ഇതുണ്ടല്ലോ. അങ്ങനത്തെ പാരൻസിനോട് എന്താ പറയാനുള്ളത്? അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോട്ടോകോൾ ഉണ്ട് ഈ വിഷയത്തിൽ. 2 വയസ്സുള്ള കുട്ടികൾക്ക്, അതിനിടയിലുള്ള കുട്ടികൾക്കൊന്നും ഫോൺ കൊടുക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം, ഒരു 1 hour കൊടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി സൂപ്പർവൈസ്ഡ് ആകണം, പാരൻസ് അടുത്തുണ്ടാകണം, കണ്ടൻറ്റ് ഫിൽറ്റേർഡ് ആകണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയകൾ അതിൽ പറയുന്നുണ്ട്, റൈറ്റ്. പക്ഷേ നാട്ടിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം തന്നെ ഇങ്ങനെ പ്രോട്ടോകോൾസ് പാലിച്ചു കൊണ്ടൊന്നുമല്ല, ഒരിക്കലുമല്ല, റൈറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു മദ്രസയിൽ പ്രോഗ്രാമിന് പോയി. അത് കഴിഞ്ഞ ശേഷം കുട്ടികളിങ്ങനെ വരും. നമ്മൾ കുട്ടികളുടെ ഭയങ്കര രസമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അടുത്ത് വരും, അത് നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഞാനവിടെ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരിക്കുകയാണ്. അപ്പുറത്ത് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ചില കുട്ടികൾ പാരൻസിനെ കാത്തിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് എന്ന് പറഞ്ഞാൽ അത്രയും വൾഗറായിട്ടുള്ള പാട്ട്, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ട്യൂണിൽ ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇത് എവിടെ നിന്നൊക്കെ കിട്ടിയത്? അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ അങ്ങനെ കണ്ടാണ്. അപ്പോൾ കുറേ കണ്ടിട്ട് ഞാനത് പഠിച്ചു. അപ്പോൾ പാരൻസിന് അറിയില്ല ഈ കുട്ടി പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ കുട്ടി ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പാരൻസിനോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ അടുത്ത് നിന്ന് നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കരുത്. എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു അനാലജി എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഒരു കത്തി കൊടുക്കുന്ന പോലെയാണ്. നിങ്ങളുടെ മകൻ്റെ കയ്യിൽ ഒരു 4 വയസ്സുള്ള 5 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടീൻ്റെ നിങ്ങൾക്ക് കത്തി കൊടുക്കൂ? ഒരിക്കലും കൊടുക്കൂല. പിന്നെ നിങ്ങൾ ഫോൺ എന്തിനാണ് കൊടുക്കുന്നത്? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ തീരെ കൊടുക്കരുത് എന്നുള്ളതല്ല, പക്ഷേ റെഗുലേറ്റഡ് ആയിട്ട് നിങ്ങൾ കൊടുത്തോളൂ. ടൈം ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം, സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ക്ലിയർ ആയിട്ട്, ക്രൈറ്റീരിയകൾ ക്ലിയർ ആയിട്ട്, കുട്ടികൾ ഈ ഡിജിറ്റൽ ഡിവൈസുമായിട്ട് ഓവർ ഡിപ്പെൻഡഡ് ആകാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ ദെൻ യു ക്യാൻ ഗിവ്. പക്ഷേ അതല്ലാതെ എല്ലാ രീതിയിലും ഒരു ഇൻടോക്സിക്കേഷന് വേണ്ടി കുട്ടികൾക്ക് ഡിജിറ്റൽ ഡിവൈസുകൾ ഒരിക്കലും കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ പല ഏരിയ നമ്മൾ ചർച്ച ചെയ്തു, ഒരു സോഷ്യൽ മീഡിയയെ ബന്ധപ്പെട്ട അതിൻ്റെ യൂസേജും അതിൻ്റെ അഡിക്ഷനും അൽഗോരിതങ്ങളും പല ഏരിയയും പറഞ്ഞു. ഇപ്പം ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് നമുക്ക് എന്താണ് മുന്നോട്ട് വെക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലും അല്ലെങ്കിൽ അതുപോലെ ഖുറാനിലും എന്താണ് നമുക്കൊരു
ഇതിൻ്റെ ഒരു റെമഡി ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷനോട്ട് പോവാതിരിക്കാൻ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോകാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? ഇസ്ലാമിന് തെർബിയത്തിൻ്റെ രീതിശാസ്ത്രമുണ്ട്, മെത്തഡോളജി ഓഫ് പാരൻറ്റിങ്, റൈറ്റ്. അപ്പോൾ അത് നമ്മൾ ക്ലിയറായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കുട്ടികളുമായിട്ട് ഡീൽ ചെയ്തത്? അവരെ കുറേ അടിക്കുക, അതേമാതിരി കുറേ ചീത്ത പറയുക എന്നുള്ളതല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നി പോകും. അത്രത്തോളം ഉൽഫത്തോടു കൂടി, അത്രത്തോളം റഹ്മത്തോടു കൂടി ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായിട്ട് എൻഗേജ് ചെയ്തത്, ഡീൽ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫ്രണ്ട് പോലെയായിരുന്നു, റൈറ്റ്. ചില ഹദീസുകൾ നമ്മൾ കാണുന്നത്, ഒരു കുട്ടിയുടെ ചെറിയ കിളി മരിച്ചപ്പം അവൻ്റെ അടുത്ത് പോയിട്ട് വളരെ പോയറ്റിക്കലായിട്ടുള്ള രീതിയിൽ അവനോട് എൻഗേജ് ചെയ്യുന്നത്, യാ നുമേർ മാ ഫഅല നുഗൈർ, അങ്ങനത്തെ ഒരു റൈമിംഗ് ആണ്, രീതിയിലാണ്, പോയറ്റിക്കലായിട്ടാണ് അവനായിട്ട് എൻഗേജ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇറ്റ്സ് അസ്റ്റോണിഷിങ്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് അമേസിങ്, റൈറ്റ്. പാരൻസ് കുട്ടികളായിട്ട് അങ്ങനെ എൻഗേജ് ചെയ്യാൻ പഠിക്കണം. കുട്ടികളുടെ മനസ്സ് ശരിക്കും ആദ്യം അവരുടെ ഉള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തുറക്കേണ്ടത് ആരുടെ അടുത്താണ്? അത് പാരൻസിൻ്റെ അടുത്താണ്. പലപ്പോഴും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഈ കുട്ടി നഗ്നമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് അയക്കുന്നു. പാരൻറ്റും കുട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് പാരൻറ്റ് ഇത് അറിയാതിരുന്നത്. അല്ലെങ്കിൽ പാരൻ്റ് അറിയുമായിരുന്നു, കുട്ടി ഓപ്പൺ ചെയ്യുമായിരുന്നു. ഡ്രഗ് അഡിക്ഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികൾ, പൊണോഗ്രഫി അഡിക്ഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ കുറേ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുള്ള പല കുട്ടികളിലും പാരൻസുമായിട്ടുള്ള അവർക്കുണ്ടാവേണ്ട ഒരു സേഫ് സ്പേസ് ഇല്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു കോമൺ പാറ്റേൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് അവരുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് മാറ്റം. ഇറ്റ് നീഡ്സ് ടു ബി മോർ ഫ്രണ്ട്ലി, ഇറ്റ് നീഡ്സ് ടു ബി മോർ ബ്യൂട്ടിഫുൾ, റൈറ്റ്. ഒന്നാമത്തേത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഒരു വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ മുഴുവനായിട്ട് കേട്ടുകൊള്ളുന്നില്ല. ചിലപ്പം അജിറ്റേഷൻ മനസ്സിലുണ്ടാകും. കുട്ടികൾ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നില്ല, അവർ പിന്നെയും അതേ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് നോർമൽ. ഒരു മിസ്റ്റേക്ക് ഉടനെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടിച്ച് ദേഷ്യം പിടിക്കുകയല്ല ചെയ്യേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 കൊല്ലം ജീവിച്ചിട്ടും ഭയങ്കര രീതിയിൽ ശാസിച്ചിട്ടൊന്നുമില്ല, റൈറ്റ്. സോ ആ രീതിയിൽ വളരെ പേഷ്യൻ്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുമായിട്ട് എൻഗേജ് ചെയ്യണം. മൂന്നാമത് പറയാനുള്ളത്, ഇനി ഡിജിറ്റൽ ഡിവൈസ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന കുട്ടികളാണ് പല വീടുകളിലുള്ളത്. പെട്ടെന്ന് എടുത്ത് മാറ്റുക എന്നുള്ളൊരു ഒരു നല്ല തർബിയ സിസ്റ്റം അല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിൽ ആൽക്കഹോൾ, ഖംറു മാനിയായിട്ടുള്ള അവസ്ഥ, അതായത് ഖംർ പ്രോഹിബിറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, തെദറുജി എന്നാണ് ഇതിന് പറയും. തെദറുജിയായിട്ട് ദറജകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സൈക്കോളജിക്കൽ മെത്തഡോളജീസ് ഉണ്ടല്ലോ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടികളിൽ സിസ്റ്റമാറ്റിക് ഹദീസിൽ പറഞ്ഞിട്ടില്ല, നമ്മളോട് ആദ്യം തന്നെ വ്യഭിചരിക്കരുത് അല്ലെങ്കിൽ കള്ളുടിക്കരുതെന്നാണ് പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സമുദായം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ആദ്യം തൗഹീദ് എന്താന്ന് പറഞ്ഞിട്ട് പരലോകം പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ ഇത് പറയുമ്പോൾ സെമേന വാത്തന ആ പറയുമ്പോൾ അപ്പം കേൾക്കുക എന്നുള്ള ഒരു അവസരം എത്തിയിട്ടുണ്ട്. അതെ, ശരിക്കും നമ്മൾ ഒരു PhD തീസിസ് ചെയ്യാൻ പറ്റും ആ ഹദീസിൽ. അത്രത്തോളം ഹ്യൂമൻ ബിഹേവിയറിനെ വളരെ കോംപ്രിഹെൻസീവായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. കുട്ടികളിൽ അത് ആപ്ലിക്കബിൾ, വലിയവരിൽ അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ കുട്ടികളിൽ 100% ഇത് ആപ്ലിക്കബിളാണ്. അപ്പോൾ തജറുജിയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികളിൽ ഇത് കുറച്ച് കൊണ്ടുവരിക, അതിനാണ് തർബീയത്ത് എന്ന് പറയാം. പാരൻറ്റിങ്ങിന് ഇത്ര കൂടുതൽ റിവാർഡ്സ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞ് അടുത്ത ദിവസം കുട്ടി ചെയ്യുമായിരുന്നെങ്കിൽ അതിന് വലിയ പ്രയാസമൊന്നുമില്ല, റൈറ്റ്. പക്ഷേ ഇറ്റ് നീഡ്സ് ടു ഹാവ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ഞാൻ പറഞ്ഞിട്ടുള്ള മേലുള്ള പ്രോട്ടോകോൾസ് മൊത്തം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തെർബവിയായിട്ട് ഇനിയും പാരൻസിന് റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണത്. ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടില്ല. അത് ബന്ധപ്പെട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യുക, അതിനെപ്പറ്റി അവയർനെസ് കൂടുതൽ ഉണ്ടാക്കുക, എന്നൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികൾ ഇത് മാറ്റിക്കൊണ്ടുവരിക. അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, യുവർ ചിൽഡ്രൻ ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് അൺടിൽ യു ചേഞ്ച്. നിങ്ങൾ കുറേ നേരം നെറ്റ്ഫ്ലിക്സിൽ ഡ്രാമ കണ്ട് കുട്ടികളോട് ഡ്രാമ കാണരുതെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹിപ്പോക്രസി. നിങ്ങൾ കുറേ നേരം ഫോണിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാട്സപ്പ് ചാറ്റുകളും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും യൂട്യൂബൊക്കെ കണ്ടമാനം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് ദ റൈറ്റ് ടു ഗോ ടു ആൻഡ് ടെൽ യുവർ ചിൽഡ്രൻ നോട്ട് ടു വാച്ച്. സോ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാലും അത് കൂടുതൽ നെഗറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാകുക. കാരണം കുട്ടിക്ക് ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകും. ചിലപ്പോൾ തുറന്ന് പറഞ്ഞോളുന്നില്ലേ പാരൻസിനെ പേടിച്ചിട്ട്. അതിന് വിചാരിക്കും, എൻ്റെ ഉപ്പ കാണണ്ടല്ലോ, എൻ്റെ ഉമ്മ കാണണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ കണ്ട എന്താ പ്രശ്നം എന്നുള്ളൊരു തോട്ട് മനസ്സിലേക്ക് വരും. അത് പാരൻസുമായിട്ടുള്ളൊരു ഗ്യാപ്പ് കൂട്ടാനേ സഹായിക്കുള്ളൂ. സോ പ്രാക്ടീസ് വാട്ട് യു പ്രിച്ച്, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക്കുള്ള ചേഞ്ച് ഫാമിലിയിൽ മൊത്തമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിലിപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവിറ്റി പറയുമ്പോൾ ജസ്റ്റ് അവസാനമായി ചോദിക്കാനുള്ള റീഡിങ് എന്നല്ല, പുസ്തകങ്ങൾ, ഫോണിൻ്റെ പകരം പുസ്തകം കൊടുക്കുക എന്നുള്ള എത്രത്തോളം നല്ലൊരു ആൾട്ടർനേറ്റീവാണ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് പറയാൻ പറ്റും.
അത് ശരിക്കും വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. സമയപരിമിതി കാരണം ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം. റീഡിങ് എന്ന് പറയുന്നത് നോട്ട് ഓൾ ചിൽഡ്രൻ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അത് താല്പര്യമുള്ള ആളുകളുണ്ട്, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. പലപ്പോഴും പല പാരൻസും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ജീവിതത്തിൽ റീഡിങ് ഒരു ഹാബിറ്റാക്കി കൊണ്ടുവരാൻ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ല. വീട്ടിൽ ലൈബ്രറി ഉണ്ടാവില്ല, വേറെ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടാവില്ല, പാരൻറ്റ് വായിക്കുന്ന ആളല്ല, കുട്ടിയും വായിക്കുന്ന ആളല്ല. പക്ഷേ എവിടുന്നോ കേൾക്കുകയാണ്, ഏതൊരു കൗൺസിലർ പറയുകയാണ് കുട്ടികൾ നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിക്കണം, ബ്രെയിനിൽ നല്ല ഉത്തേജനങ്ങൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവൻ ഇതുവരെ കളിക്കുന്ന പബ്ജിയൊക്കെ എടുത്തുകൊണ്ട് ഫുൾ മാറ്റി ഒക്കെ അൽമാറയിൽ ലോക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് അവന് കുറേ എൻസൈക്ലോപീഡിയകളും പുസ്തകങ്ങളും വാങ്ങി എടുത്തു കഴിഞ്ഞാൽ അവനത് വായിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. റൈറ്റ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് കുട്ടിക്ക് റീഡിങ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോൺറുകൾ കൊടുക്കുക. എല്ലാ കുട്ടികളും ആദ്യം തന്നെ വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നില്ല. ചിലപ്പോൾ കോമിക് പുസ്തകങ്ങളായിരിക്കാം, ചിലപ്പം കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള കുട്ടികളുടെ ഭാഷ സംസാരിക്കുന്ന പുസ്തകങ്ങളായിരിക്കാം. അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജോൺറ് എന്ന് ആദ്യം കണ്ടെത്തിയിട്ട് അങ്ങനെയാണ് പുസ്തകങ്ങൾ കൊടുക്കേണ്ടത്. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് റീഡിങ് ഹാബിറ്റ് തുടങ്ങണം, നിങ്ങളൊരു പുസ്തകം റെക്കമെൻഡ് ചെയ്യുമെന്ന്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആക്കി ഉണ്ടാവുക. റൈറ്റ്. എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റും ഏരിയ ഓഫ് ഹോബിയൊക്കെ ഉണ്ടാകാം. അത് എല്ലാ ആളുകൾക്കും അതേപോലെ അപ്ലിക്കബിൾ ആണെന്നൊന്നുമില്ല. അപ്പം ഞാൻ അവരോട് പറയാറ്, വാട്ട് ഈസ് ദി ജോൺറ യുവർ ഇൻട്രസ്റ്റഡ് ഇൻ? നോവലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? എന്നാൽ പിന്നെ നിങ്ങൾ ജനറൽ നോവൽ വായിച്ചു തുടങ്ങിക്കോളൂ. ഡാൻ ബ്രൗണിൻ്റെ ഒരു നോവലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുണ്ടാകുക. മറ്റു ചില ആളുകൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടായിരിക്കുക കുറച്ചും കൂടിയും ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള അങ്ങനെയായിരിക്കും. അവർക്ക് ഫിക്ഷൻ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ കുട്ടികൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരവസ്ഥയിലേക്ക് അവർക്ക് ജനറൽ റീഡിങ് തുടങ്ങുക. എന്നിട്ട് സ്ലോലി അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുക. റൈറ്റ്. കോമിക് പുസ്തകങ്ങളാണ് പലപ്പോഴും പല കുട്ടികൾക്കും വർക്ക് ചെയ്യുക. അത് വെച്ച് തുടങ്ങിക്കോട്ടെ. അത് ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനൊന്നും ആവില്ല. റൈറ്റ്. ഒരു ആവശ്യമില്ലാത്ത കുറേ കഥകളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. എന്നാലും അത് വായിച്ചു തുടങ്ങിക്കോട്ടെ, ഒരു ഹാബിറ്റായിട്ട് മാറാൻ. എന്നിട്ട് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം വീട്ടിൽ കൊണ്ടുവരിക. ഇത്ര പേജ് വായിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ദിസ് റിവാർഡ്. റൈറ്റ്. ആരാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാം, ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വീട്ടിലൊരു സിസ്റ്റം കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ കൊച്ചിയിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഒരാളെ പറ്റി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് പേരും പറയാണ് ഇൻഷാ അല്ലാ. അവിടെ റുസ്തും എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഫാമിലി ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലോട്ട് നമ്മൾ കുറേ ചൈൽഡ് സൈക്കോളജി തിയറീസ് പ്രിൻസിപ്പിൾസൊക്കെ കേൾക്കാറുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ അത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള വീടുകളൊന്നും എത്ര കൂടുതൽ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ മക്കളോട് സംസാരിക്കും, ഭയങ്കര മെച്യൂറാണ്. കുറേ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഡെപ്ത് ഉണ്ട്. മദ്രസകളിൽ പഠിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസിനേക്കാൾ അപ്പുറം ബിയോണ്ട് ദാറ്റ് കാര്യങ്ങളെ കുറച്ചും കൂടി ഹിസ്റ്റോറിക്കലായിട്ട് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിങ്കിങ് എബിലിറ്റി, ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി കുട്ടികളിലുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ബുക്ക് ഷെൽഫ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. റൈറ്റ്. അടിപൊളി പുസ്തകങ്ങൾ, മാഷാ അല്ലാ, നല്ല പുസ്തകങ്ങൾ. ഞാനവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില പുസ്തകങ്ങൾ പോയി. എന്താണ് നമ്മൾ ഒരുമിച്ച് പോയി. അതെ ഭയങ്കര രസകരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ എൻഗേജ് ചെയ്യുമ്പോൾ ഒരു മെച്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു എൻവയോൺമെൻറ്റ് ഇങ്ങനെ തന്നെയാണ്. ആ കുട്ടി മാത്രമല്ല വായിക്കുന്നത്, എല്ലാവരും വായിക്കുന്നു. ആ വായിക്കുന്നതിന് ചില സ്പെസിഫിക് മെത്തഡോളജികളുണ്ട്, ചില സ്പെസിഫിക് രീതിശാസ്ത്രങ്ങളുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലാണ് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. അപ്പോൾ അങ്ങനെ വീട്ടിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിൽ ഹാവ് എ ലോട്ട് മോർ പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട്. അല്ലാതെ നാളെ തന്നെ കുട്ടിക്ക് മജ്മുഅത്തുൽ ഫതാവ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിൻ്റെ 36 വോളിയം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നാളെ വായിക്കാനൊന്നും പോകണില്ല. റൈറ്റ്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞ് ടേക്ക് അവേ ആയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഡേഞ്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ടോക്കിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ ഇതിൽ മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ ഓൾട്ടർനേറ്റീവ്സും ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും പാരൻസ് എന്ന നിലയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളെ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള ടീനേജേഴ്സിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ദിനേന വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. ഇതിന് പല ലീഗലി ചില വിഷയങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ലീഗലി മാത്രമല്ല നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞത്. നമ്മളോട് തന്നെ സംബന്ധിച്ച വാഫി ഷിഹാദിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.